എന്തുവാ ഇങ്ങോട്ട് വന്നേ. എന്താ പറ്റി? വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നമ്മുടെ ഇവിടുത്തെ അമ്പലമില്ലേ, അവിടുത്തെ അമ്പലത്തിലെ പരിപാടി മറ്റൊന്നല്ല. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കണം. അത്രമാത്രം അടിപൊളിയാക്കണം ആ പരിപാടി മാത്രം. ആ പരിപാടിയെ കുറിച്ച് നിനക്ക് എന്തുകൊണ്ട് അഭിപ്രായം? എന്താ? അത് തകർക്കണം, നമുക്ക് തകർക്കണം. തബലയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ നിന്നോട്. കണ്ടത്തിലുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വംശനാശ ഭീഷണി നേരിട്ടോണ്ടിരിക്കുന്ന ജീവിയാ. ഞാനെ പിടിച്ച കേസും വഴക്കുമാകും. ഇവിടെ വായിക്കാൻ വരുന്ന തബല വായനക്കാരനോ? തവളയോ? എനിക്ക് ഞാൻ തവള എന്ത് ചെയ്യുന്ന തവള എന്ത്? നീ ആ ഏറ്റിരിക്കുന്നത് തബലക്കാരനെ കൊണ്ടുവരാമെന്നോ? ഇന്ന് ഫൈനൽ റിഹേഴ്സ് ആയി ഇവിടെ. ഞാൻ ഏറ്റ തബലക്കാരനുമാ വരുന്നത്. ഏറ്റ തബലക്കാരനെ പെട്ടെന്ന് അവനെ വിളിച്ച് കാര്യങ്ങൾ പറ. ഞാനത് വിളിക്കട്ടെ അവനെ. ഹലോ വിനോദേ, എവിടാ നീ? അയ്യോ, എന്താ പറ്റി? അവിടെ പോയി കിടക്കുവാണോ? എന്നിട്ട് എന്താ പറഞ്ഞു? ആണോ? അപ്പൊ ഇതിന്റെ അളവിടും മതി. എനിക്ക് അത്രയേ ഒന്ന് കേട്ടാ മതി. അച്ഛനെ, സംഭവം എന്താണെന്നറിയാവോ? അവനെ വിളിച്ചപ്പം അവന്റെ അച്ഛന് നെഞ്ചിനകത്ത് വേദനയായിരുന്നു. അമ്മാച്ചനും കൂട്ടോണ്ട് ഇവനിപ്പോ ഒരു മൈക്കച്ചിട്ട് കടയിൽ പോയി നിൽപ്പുണ്ട്. അതെന്തിനാ മൈക്ക് സെറ്റിന്റെ കടയിൽ അവൻ പോയി നിൽക്കുന്നത്? നെഞ്ചിനകത്ത് അവൻ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു പോയി എക്കോ എടുത്തോണ്ട് വരാൻ. അതിന് മൈക്ക് സെറ്റ് കടയിൽ പോയി നിൽക്കുക. എന്തുവായാലും പെട്ടെന്ന് ആളിനെ വിളിച്ച് എനിക്ക് ഇവിടെ റിഹേഴ്സൽ കൊടുക്കണം. ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ. ഇതെന്തോ കാണിക്കുക? എടാ, ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര 2 ദിവസം കൊണ്ട് ഭയങ്കര ഗ്യാസ്. അതിന് അപ്പൊ ഞാൻ ഗ്യാസ് ഉള്ള ഒരു സോഡ വാങ്ങിച്ചു. അപ്പൊ അതിന്റെ അകത്ത് മുടിഞ്ഞ ഗ്യാസ്. അതിനിപ്പോ എന്തോ ചെയ്തത്? ഞാനിപ്പം ജലൂസിന്റെ ഗുളിക ഇട്ടിട്ട് ഇതിന്റെ ഗ്യാസ് മാറ്റിയിട്ട് എനിക്കിത് കുടിക്കണം. ഇതാണോ ഈ കാതകന്റെ വീട്? അല്ല, കാതികന്റെ വീട് ഇതാണോ? കാതികന്റെ വീട് ഇതാ. ആരാ? എന്നെ വിനോദ് മാഷ് പറഞ്ഞിട്ട് വന്നയാ. എന്നിട്ട് എന്തിനു വന്ന? എന്നെ അല്ല, മറ്റേ വിനോദ് മാഷ് പറഞ്ഞു വിട്ടായിരുന്നു ഇവിടെ എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. തബല? അതെ. തബല നീ പഠിച്ചാന്നോ? രാവിലെ ആ വിനോദ് മാഷിന് വീട്ടിൽ പഠിക്കാൻ വേണ്ടി വന്നേ. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു ശിഷ്യനെ വിടുമെന്ന്. അന്നേരം ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴാ ചെണ്ട കൊട്ടണ്ട അത് പറ. ചെണ്ടയോ? ചെണ്ടയല്ല. അല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ ചെണ്ട കൊട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വേണ്ട, ഇവിടെ തബല മാത്രം നീ അടിച്ചാൽ മതി. അത് ഞാൻ അടിക്കാം. തബല അടിച്ചിട്ടുണ്ടോ ഇതിനുമ്പേ? ഇല്ല. ഇവിടെ കയറി നിന്നകത്തോട് കയറി. തബല ഒരു കഥാപ്രസംഗം വായിക്കാൻ പറ്റുമോ? അല്ല, അത് എവിടൊക്കെ അടിക്കേണ്ടതെന്ന് കൈവക്കി കാണിച്ചാൽ ഞാൻ അടിച്ചോളാം. എനിക്ക് പറ്റത്തില്ല. ഞാൻ രാവിലെ പഠിക്കാൻ വന്നാന്ന് പറഞ്ഞല്ലോ. അത് ഫൈനൽ റിഹേഴ്സലിന് സാരമില്ല. നാളെ അവൻ വന്ന് പൊരിച്ചാൻ കേറ്റും. അല്ല, ഇപ്പൊ എല്ലാരും പഠിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ എല്ലാരും തബല പഠിച്ചിട്ടാണോ ഈ അമൃതം എടുത്തോണ്ട് തകിലിന് വായിക്കുന്നേ? അല്ലല്ലോ. ഞാൻ ഈ പെട്ടി പഠിച്ചിട്ടാണോ വീണ എടുത്തോണ്ട് പോയി കച്ചേരി ചെയ്യുന്നേ? അപ്പൊ അതിലൊന്നും കാര്യമില്ല. നീ ഒന്ന് അടിച്ചു കാണിച്ചേ. അയ്യോ, ഉണക്കപ്പാളയുടെ പുറത്ത് ആട്ടുംപിടുക്ക വീഴുമ്പോൾ കേൾക്കും. ഞാൻ നല്ലോണം ചെയ്തോളാം. ആശം കൈവക്കി കാണിച്ചാൽ മതി. ഞാൻ നല്ല ഐഡിയ വെറും ചെയ്തോളാം. ആദ്യം എന്തോ പഠിച്ചേ? ആദ്യം തിന്നാനാ പഠിച്ചത്. അയ്യോ, അതല്ല. ഇത് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം എന്തോ സംഭവം? അത് ആദ്യം തിന്നാ. അത് ഞങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. പറഞ്ഞാ നിന്റെ കണ്ണെന്തോ ചുമന്ന് കിടക്കുന്നേ? ഓ, അതൊന്നും പറയണ്ട എന്റെ പൊന്നെണ്ണ. എന്നാ ഞാൻ ചുമ്മാ ചോദിച്ചാ? അല്ലല്ല, ഞാൻ പറയാം. എന്നാലും ചോദിച്ചല്ലേ, ഇന്നലെ രാത്രി ഒരുപോലെ ഉറങ്ങിയില്ല. ആരെല്ലാം എടുത്തോണ്ട് പോയോ? അതല്ല, വീട്ടിൽ പാകം വെപ്പിന്റെ പേരും പറഞ്ഞോണ്ട് തൂത്ത് പറഞ്ഞ അടിയായിരുന്നു. അയ്യോ, അതെല്ലാ വീട്ടിലും ഇങ്ങനെ പാകത്തിന്റെ പേര് പറഞ്ഞ അപ്പനും മക്കളും കൂടെ അടി നടക്കുന്നു. നിനക്ക് ഇപ്പൊ എത്ര സെന്റ് കിട്ടി? ഈ വസ്തുവിനല്ല, പിന്നെ അമ്മ മുട്ട പൊഴിച്ചോണ്ട് വന്നപ്പോ ചേട്ടന് കുറച്ച് ഭാവ കിട്ടിയോളെന്നും പറഞ്ഞോണ്ട് അടി. എന്നെ പൊന്നോ, എന്നെ അടിയാന്നറിയാവോ? ഒരു മുട്ടയ്ക്ക് വഴക്കുണ്ടാക്കി തബല കൊട്ടാൻ വന്നേക്കുവാ. നിങ്ങൾ കുടുംബമൊന്നുമില്ലേ? എനിക്ക് കുടുംബമുണ്ട്. എനിക്ക് 2 ആമക്കളുണ്ട്. അമാര് വന്നാൽ സൂപ്പറായിട്ട് തബല അടിച്ചേ. മൂത്ത മോൻ എന്താ ചെയ്യുവാ? മൂത്ത മോനെ വെളിയില. ഏത് രാജ്യത്ത്? രാജ്യത്തും ഗൾഫിലൊന്നും അല്ല, വീടിന് വെളിയിൽ ഇറക്കി വിട്ടേക്കുവാ. കള്ളുകൂടി ചലമ്പാ. രണ്ടാമത്തോനാ? രണ്ടാമത്തെ വീട്ടക്ക്. അവനെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ചെറുക്കനെങ്കിലും. നീ എന്തോ ഈ പറയുന്നേ? ബിടെക് എന്ന് പറഞ്ഞു. ബിടെക് എന്നല്ല പറഞ്ഞ, അവന്റെ കാര്യം ബിട്ടേക്ക്. അവൻ ഇതിന്റെ ബാക്കി 2 പേരെ കേട്ടത്തില്ലേ? അപ്പന്റെ മോനെ തല്ലിപ്പൊളികളാ. നീ വന്നതല്ല ഉള്ളോടാ, നീ വന്നതല്ല ഉള്ളോ. നീ പിന്നെ എനിക്കിട്ടപ്പോ പണിയുന്നത് അങ്ങനെ പറ്റത്തില്ലെന്ന്. ഇവിടെ കാതികനെ നിനക്കറിയാൻ പറ്റത്തോണ്ടാ. ഭയങ്കര ശർക്കരക്കാരനാ, കർക്കശക്കാരനാ. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ. പ്രശാന്തേ, ഞാൻ പറഞ്ഞില്ലയോ? പിന്നെ ആള് വന്നോ? ആള് വന്നോ? ഇങ്ങനേ എന്താ അവന്റെ കാലയിലൊന്ന് നോക്കിയേ. എന്താ ഷൂ ആന്ന് പറഞ്ഞിട്ടൊന്ന് വന്നേക്കുവാ. അതൊന്നും നോക്കണം. നമ്മുടെ പരിപാടിയുടെ റിഹേഴ്സൽ അങ്ങോട്ട് തുടങ്ങാം. അച്ഛൻ, ഞാൻ വേറെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. നമുക്ക് മറ്റന്നാൾ മേലത്തമ്പലത്തിലല്ലേ ഉത്സവം? മേലത്തമ്പലത്തിലാണ് പരിപാടി. ഞാൻ ഇന്നലെ അതിലെ പോയപ്പോഴേ ഭയങ്കര ആഴി. അയ്യോ, ആ അഴി കണ്ടോണ്ട് ഞാൻ പൈസ ഇട്ട് അവിടെ പങ്ക് തൊഴുതോ? പക്ഷെ ആഴിപൂജ അല്ലായിരുന്നു. അവിടെ തലേ ദിവസം പരിപാടി നടത്തിയവരെ വണ്ടി കത്തിച്ചതാ. അല്ല, എന്നാലും പിന്നെ സംശയം. നമുക്ക് അന്ന് തന്നെയല്ലേ നമ്മുടെ കഥാപ്രസംഗം അവിടെ. രാജു ഒരു പെട്ടി മുട്ടയും കൊണ്ട് പോയിട്ടുണ്ട്. അമ്പലത്തിലോട്ടാണോ?
വെറുതെ അമ്പലത്തിലോട്ടല്ല. എന്നാ? കാരണം ആ അമ്പലത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ കടയിലെയും മുട്ട, തക്കാളിക്ക അത് മൊത്തം ഞാൻ വാങ്ങിച്ചാണ് ഈ മൂലയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഏതാണ് നീ വാങ്ങിച്ചത്? അവിടെ നമ്മൾ സേഫ്. അവിടെ നമ്മൾ സേഫ്. ആശാനെ ഒരു സംശയം ചോദിക്കട്ടെ, എന്താ സൂക്കോടില്ലയോ? ഇവ വന്നതേ ഉള്ളൂ എന്നോട് ചോദിക്കുന്നത്. എനിക്ക് സോക്കാട്. ആശാനെന്താ സൂക്കേട്? കമ്മിറ്റിക്കാർക്ക് നിങ്ങൾ കൊടുക്കത്തിൽ പണം വെച്ച ഷോക്കാട്. അതില്ലയോ? ഷോക്കാടുണ്ട്. സോക്കാടുണ്ട്. അത് എന്റെ തലയുണ്ടോ? നിന്റെ ആശാന്റെ തല ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അതെ, പോരെ. അതെ. ആദ്യം നമ്മുടെ തല എല്ലാം ഉണ്ടോ നോക്കട്ടെ. അതങ്ങോട്ട് തുടങ്ങാം. പൗഡർ എടുത്തിട്ട് കളിക്കാതെ നിന്ന് വായിക്കാൻ നോക്ക്. പ്രശാന്ത് ഇതെന്തുവാ ഇത്? കുഴപ്പമില്ല, ഒന്ന് തുടങ്ങി വെച്ചുകൂടെ. നാളെ മറ്റോ വന്ന് പൊരിച്ചാൻ കയറ്റും. ഹൃദയ സരസിലെ സഹൃദയരെ ചെരുപ്പിട്ട കാവ് ചെല്ലപ്പനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നു. എന്റെ ഒരു നടിയല വിനോദിനെ വിളിക്കാൻ. ഈ വേണ്ട, വിളിക്കണ്ട, ഞാൻ അടിക്കാം. അടി പറ. തുടങ്ങ്. വിശ്വവിഖ്യാതനായ ആ. ജോൺ വിസ്താരയുടെ മംഗോണിയ മിക്കോവിയ എന്ന പുസ്തകത്തിലെ നോവലിനെ ആസ്പദമാക്കി കഥാപ്രസംഗ രൂപേണ അണിയിച്ചൊരുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. നീ എന്തിനു വന്നതാ? എടാ ഇതൊന്നും ഉണ്ടാക്കാവോ? അടിക്കണം ഇപ്പം. വേണ്ട, നാളെ അടിച്ചാ മതി. അയ്യോ, ഞാൻ അടിക്കാം. നീ വന്നേ. എന്തുവാ? ആ വിനോദിനെ ഒന്ന് ഏ, വിളി. വേണ്ട വേണ്ട ആശാനെ, ഞാൻ അടിക്കാം. അങ്ങാടിയിലാ. ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പേര് പറ. അണിയിച്ചെടുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. അത് തെറ്റി. ആഫ്രിക്ക പൂക്കണ്ടോ അല്ല, ഭൂഖണ്ഡം എന്നാ. എടാ അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആഫ്രിക്കയിലെ ഒരു ഭൂഖണ്ഡം ഉണ്ട്. അവിടെ പൂക്കളാണ് കൃഷി ചെയ്യുന്നത്. പല തരത്തിലും പല നിറത്തിലുമുള്ള പൂക്കൾ. ആഫ്രിക്കയിൽ ഒരു കണ്ടെത്തി പൂ കൃഷി ചെയ്യുന്നു. ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. ഞാൻ എന്നാരേ പറഞ്ഞില്ല. എടുക്ക്. ഇവിടെ ആഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വാടക എടുക്കാനുള്ള ആസ്തി ഒന്നുമില്ല. എടാ ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ആഫ്രിക്കയിലാണെന്നായി പറയാൻ വരുന്നത്. നിങ്ങൾ എന്തിനാ ഈ ഇടയ്ക്ക് ഇറങ്ങി പോയി വായിക്കാൻ പോയി കൊട്ടടാ. എന്തിനാ കണ്ട രാജ്യത്തെ കഥയൊക്കെ ഇവിടെ പറയുന്നേ? അത് ഞാൻ തീരുമാനിച്ചാൽ മിണ്ടായിരുന്നു. അത് കൊട്ടു വന്നേക്കോട്ടെ. പച്ചപ്പുതു പറന്ന സസ്യങ്ങൾ, ഹരിതവർണ്ണങ്ങൾ ചാർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു നാടാണ് ആഫ്രിക്ക. ആര് പറഞ്ഞു? ആര് പറയുക? ഞാനെന്റെ കഥാപ്രസംഗം പറഞ്ഞ ഞാൻ അങ്ങ് പറയുക. അതൊക്കെ അത്യാണ്. ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാതിരിക്കാ നല്ലത്. അല്ല ഒന്നും പറ. ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്ക ആഫ്രിക്ക ആഫ്രിക്കൻ പായലുള്ള ആഫ്രിക്ക ആഫ്രിക്കൻ ഒച്ചുകൾ ആഫ്രിക്ക കേരളി കാതനമ എൻ കേരളം എൻ ആഫ്രിക്ക. അതാ ഇങ്ങോട്ട് നോക്കൂ. അന്നാ കഥാപ്രസംഗം നടക്കും ഇന്ന്. ചേട്ടാ ഞാനത് ഓഡിയൻസിനോട് പറഞ്ഞാ. നമ്മളോടല്ല, നമ്മളോടല്ല. അങ്ങ് അവിടെ ഒരു കണ്ടം. ആ കണ്ടത്തിൽ പല പല നിറത്തിലുള്ള പൂക്കൾ സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്നു. അതാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. വേണ്ട, ഇത് ശരിയാകത്തില്ല. അവൻ അടിക്കുന്നില്ല. അടിക്കണോ? ഒന്നുകൂടെ പറ. വിനോദ് നിന്റെ ഈ കൈയില്ലയോ, ഇതിലോട്ട് ഇങ്ങനൊന്നും മുട്ടിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലയോ? നിന്നോട് പിന്നെ എന്തോ അവൻ പറഞ്ഞു വിട്ടേ. ആ പൂക്കണ്ടം പറയുമ്പോ അടിക്കട്ടോ. തവല അടിക്കാനേ പറഞ്ഞുള്ളൂ. തവല അടിക്കാൻ പറഞ്ഞ ഇത് പിന്നെ ആരുണ്ടാക്കും? ഇതിന്റെ പേരെന്തുവാ? ഇതൂടെ അടിക്കണം. തവലന്റെ കൈ അടിക്കണോ? തവല അടിക്കാനേ പറഞ്ഞു വിട്ടോളാം. എന്തുവാ? പിന്നെ ഞാൻ വിളിക്കട്ടെ. വേണ്ട അടിക്കാം, ഞാൻ അടിക്കാം. രണ്ടും അടിക്കണം. ആഹാ, ഉണ്ടായിരുന്നു. അത് മുമ്പോട്ട് പോട്ടെ. ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം കണ്ടം ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം 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 ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം 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 കണ്ടം. എത്ര കണ്ടമുണ്ട് ഇവിടെ ഇതിനകത്ത്? ഞാൻ ചോദിക്കാൻ ഇപ്പൊ കണ്ടം എത്ര ഉണ്ട്? 2 ഏക്കറ. അതല്ല, എത്ര പ്രാവശ്യം കണ്ടം പാടുന്നുണ്ട്? എടാ 3 വട്ടം പാടിയാ മതി കണ്ടം കണ്ടം. 3 പ്രാവശ്യം ഉള്ളൂ. ഓക്കെ. ആശാനെ ഒരു സംശയം. എന്തോ? പൗഡർ മാത്രമേ ഉള്ളൂ, കണ്ണാടിയും ചീപ്പുമില്ല. അവൻ ഒരുങ്ങാൻ വന്നാണ്. വിളി. വേണ്ട എടാ പൊട്ട, അത് അതിനകത്ത് ഇടാനുള്ളതാ. ഏതിനകത്ത്? ഈ തവലന്റെ കൈക്കകത്ത്. ഇതിനകത്തിടണോ? എന്തുവാന്ന് പറ. നാളെ റിഹേഴ്സൽ ചെയ്തിട്ട് വേണം നാളെ അവിടെ കയറി. കൊള്ളാം. ഇവിടെ ചുറ്റിയിലൊക്കെ കൊണ്ട് വെച്ചേക്കുവാ. ചുറ്റിക തവലയുടെ ആടാ. എന്താ പദവാടാ ഇത്? വിളി വിനോദിനെ. നിന്നൊരു റിഹേഴ്സൽ അല്ലയോ? നാളെ അവൻ വന്ന് പൊരിച്ചാൻ കയറ്റും. പൊരിച്ച് കയറ്റിക്കോട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക,
അതിമനോഹരമായ ഒരു സുപ്രഭാതം പടക്കം ഒന്ന് പൊട്ടിവിടർന്നു. എടാ പടക്കം ഒന്ന് പൊട്ടിയെന്ന് സുപ്രഭാതം എന്തോ എടുത്തോണ്ടിരിക്കുക. പടക്കം നടി അത് പടക്കം അടിക്കണോ? ആ ഒന്നോടന്ന് സുപ്രഭാതം പൊട്ടി. പൊന്നു പ്രശാന്തേ, രണ്ട് സുപ്രഭാതം പറ്റത്തില്ല, ഒരു സുപ്രഭാതമേ ഉള്ളൂ രാവിലെ. ഒന്ന് സഹകരിക്ക അവനോട്. സുപ്രഭാതം പൊട്ടിയ പറ. സുപ്രഭാതം പടക്കം ഒന്ന് പൊട്ടി വിരിഞ്ഞു. പടക്കോ ആ സംഭവത്ത് പക്ഷെ ഞാൻ ചെയ്തില്ല. നീ അവനെക്കാട്ടിലും മോശമായി വരികയാണ്. ഞാൻ ഈ ഭരിക്കാൻ പോകുന്നോണ്ട്. ആ ഭരിക്കാൻ പോകണ്ട, നീ വായിച്ചു വിട. അടുത്തത് ഞാൻ പറയുന്നു. എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച. ആ പട 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 പുറകോട്ട് മാറ്റേ പുറവശം ശരിയാ. അങ്ങേ സൈഡ് ശ്രദ്ധിച്ചോണം, ഈ സൈഡിൽ വണ്ടി ഒന്നും പ്രശാന്തേ, അതേത് കിളിയാ? ഇത് നമ്മുടെ അമൃത ബസ്സിലെ ബിജു ഇല്ലേ കിളി. എടാ അമൃത ബസ്സിലെ കിളിയല്ല, പ്രകൃതിയിൽ നിന്നൊരു കിളിയുടെ ഒച്ച കേട്ടു. പ്രകൃതിയിൽ നിന്നോ? അപ്പൊ മറ്റേ അതല്ല. ഓയ് ഓയ് എന്റെ കഥക്കകത്ത് മീൻകാരനുണ്ടോ? എന്ത് കിളിയാണത്? അന്ന് ഒന്നുകൂടെ പറ, കിളിയുടെ കാര്യം പറ. എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച. അയ്യോ, വന്ന കിളിയോടെ പറന്നുപോയി. വന്നിരുന്ന കിളിയെ കൂടെ പറത്തി കളഞ്ഞു. ഞാൻ ഇനി പതുക്കെ അടിക്കാം. ഒരു കഥാപ്രസംഗം കൊണ്ട് കളയുന്ന കണ്ടോ? എന്തോ ചെയ്താലും സഹിക്കത്തില്ല. അടുത്തത് ആണ് അങ്ങകലെ. പറഞ്ഞോട്ടെ. മലമേലെ എന്താ എന്റെ സന്നിധാനം, ഇന്നിവിടെ താഴ്വരയിൽ ഏകാന്ത സന്നിധാനം. ചലനം 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 സ്വാമിയോ. അയ്യോ, എന്റെ കഥാപ്രസംഗം ഭക്തിഗാന സുതയാക്കുന്നേ. എന്താ പ്രശ്നം? എടാ ഇത് ഭക്തിഗാന സുതയാണോ? എന്റെ കഥാപ്രസംഗമല്ലയോ? ഞാൻ അങ്ങനെ എന്തിനാ നിർത്തിയേ? അത് പറഞ്ഞു തുടങ്ങണ്ടേ? അതിന് മുമ്പൊക്കെ ശ്രദ്ധിക്കേ. അങ്ങകലെ അതാ ഒരു ആഫ്രിക്കൻ നദി ഒഴുകുന്നു. അതിൽ നിറയെ ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ ഒച്ച്, ആഫ്രിക്കൻ മുഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ. അതാരാണെന്ന് അറിയണ്ടേ? ആശാൻ മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ ഈ കൈ ഉണ്ടല്ലോ, നീ 24 മണിക്കൂർ ഇങ്ങനെ നിൽക്കാതെ നീ ഇങ്ങനെ ഇതൊന്ന് അടിയൊന്ന്. എന്നാ ഇത് ആർക്കേലും ഓർമ്മ കൊടുക്ക. മനോജേ, ചിലപ്പോ ഞാൻ ഒരെണ്ണം മറിച്ച് വെക്കും. അന്നാ അടിക്കണം. വിനോദാശ അറിഞ്ഞ കുഴപ്പമാ. എവിടെ വരെയായി? മുഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ. അതാണ് നമ്മുടെ കഥയുടെ നായകൻ, ആഫ്രിക്കൻ ശശി. എന്റെ പൊന്നു പ്രശാന്ത, നീ അവിടെ എന്തെങ്കിലും ഒന്ന് വായിച്ചു വിടാ. ഇനി പാടിക്കണ്ട പോ. നീ ഇനി അടിച്ചാ നിന്നെ ഞാൻ അടിക്കും. ഞാൻ ഓടിച്ചു വിട്ടോളാം. ശശി പിടിച്ച മുഷിയെ വാങ്ങാൻ ഓടി വരുന്നത് ആരാണെന്ന് അറിയട്ടെ? പിന്നെ ഞങ്ങൾ രണ്ടും അറിയണ്ടേ? അതാണ് നമ്മുടെ കഥാനായിക ആഫ്രിക്കൻ ശാന്ത. അവിടെ എടാ ശാന്ത വന്നേ, അന്നറിയാലും ഒരു 4 അടി അടി. നാലടിയോ? ശാന്തക്ക് 4 അടി നീളം വന്നല്ല പറഞ്ഞേ. ശാന്ത ഒരു പെങ്കൊച്ചോടി വരുമ്പോ അവിടെങ്കിലും ഒന്ന് നീ റെഡിയാക്കി കൊടാ. ഒന്നുകൂടെ പറ. അതാണ് നമ്മുടെ കഥയുടെ നായിക ആഫ്രിക്കൻ ശാന്ത. ശാന്തയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പറയാതിരിക്കും നല്ലത്. ഇല്ലാതെ അവിടെ ഇരുന്നോണം. പൈസ തരാനുള്ള പൈസ കൂടെ ഞാൻ പിടിച്ചു നോക്കും. ശാന്തയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ വർണ്ണ മനോഹരമേനിയാകെ ചെമ്പട്ടണിഞ്ഞൂഞ്ഞൂറിഞ്ഞു ചേല പൊൻപട്ടുമാറിലെ ചാരുതയോ നിത്യവസന്തത്തിൽ ലാവണി. പക്ഷേ എനിക്കിതേ അത് കേട്ടിട്ട് അങ്ങ് ചൊറിഞ്ഞു വരുന്നു. ഒരു കാര്യം ചെയ്യും, ആ 2 ലൈൻ പാടിക്കും, ഞാൻ വായിക്കാം. അവിടെ പോ. മറ്റേ പറഞ്ഞ കട്ട പോയി. അതി പിടിക്കാനോ? പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചാ മതി. അവിടെ അവിടെ ഒന്നും വർണ്ണ മനോഹരമേനിയാകെ ചെമ്പട്ടണിഞ്ഞൂഞ്ഞൂറിഞ്ഞു ചേല പൊൻപട്ടുമാറിലെ ചാരുതയോ നിത്യവസന്തത്തിൽ ലാവണിയോ. ഇങ്ങനെ അടി ഇങ്ങനെ അടി ഇങ്ങനെ അടി അങ്ങനെ അടി അങ്ങനെ അടി. എന്നെ കലിപ്പ് കേട്ടാൽ അങ്ങനെ അടി. ഇത് മതിയെന്ന് എനിക്ക്. ഇതാകുമ്പോ സുഖിച്ച് ഞെക്കാലോ. അത് വേണ്ട. അതാണ് ശാന്ത. അതിന്റെ ബാക്കി തൊട്ട് പഠിക്കേ. ഇനി അവളുടെ മുടിയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, എന്തോ അവളുടെ കാർക്കൂന്തലിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഇതുപോലൊരു 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 മുടിഞ്ഞ മൂടി കണ്ടിട്ടില്ല. ഇതുപോലൊരു മുടിഞ്ഞ മൂടി കണ്ടിട്ടില്ല. അഴിച്ചിട്ട താഴെ കിടന്നിഴയും ഇതുപോലൊരു മുടിഞ്ഞ മൂടി കണ്ടിട്ടില്ല. അഴിച്ചിട്ട താഴെ കിടന്നിഴയും
ഇതുപോലൊരു ശാന്തേ, ഓ, ശാന്തേ, ഓ, എത്ര ഇതുപോലൊരുണ്ട്? ഇതുപോലെ ഒന്നേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മുടിഞ്ഞ അന്നേരം എത്ര എണ്ണം ഉണ്ട്? ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ മുടിയാൻ? വന്ന് നിൽക്കുമല്ലേ? അത് പോട്ടെ, അടുത്ത ഭാഗം തൊട്ട് അങ്ങോട്ട് തുടങ്ങാം. അടുത്ത ഭാഗം പറ. ഒരു പണിക്കും പോകാതെ ആ. മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശശിയുടെ മാമൻ ഒരു കൃഷിക്കാരനായിരുന്നു. മുണ്ടും മുറുക്കി ഉടുത്ത് ആ. അതിരാവിലെ പണിയായുധമായി കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന ശശിയുടെ മാമൻ ഇപ്പോൾ ആരായി? ശശിയായി. വയസ്സനായി. വയസ്സനായി. ആ, അതെ, ശശിയായെന്ന്. വയസ്സനായി. തലയ്ക്കു വേദന, കാലിൽ നീര്, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്ന് പറഞ്ഞു അതെയാ അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പോട്ടെ. ശാന്തിയുടെയും ശശിയുടെയും പ്രണയം വളർന്നു പന്തലിച്ച് അങ്ങ് പോയി. പന്ത് കളിച്ചതാരാ? നിന്റെ ഉപ്പാപ്പൻ. ഉപ്പാപ്പൻ പറഞ്ഞപ്പോ എന്തിനാ അടിച്ചേ? നിന്റെ ഉപ്പാപ്പ അതാ പറഞ്ഞേ, അവൻ അസ്ഥാനത്ത് കയറ്റിയായി തബല വായിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ പോയി വായി. ഒരു ദിവസം പതിവ് പോലെ ആ. അതിരാവിലെ തന്നെ നേരം വെളുത്തു. ആ, ആ. ശാന്ത മുറ്റത്തിറങ്ങി ആ. ഭൂമിദേവിയെ തൊട്ടുതൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞ? അത് ഞാൻ പറഞ്ഞോളാം. MGMA കാർട്ടൂണെ, MGMA. എന്റെ അമ്മയെ കാത്തോണെ. അത് പറ. ഞാൻ രാവിലെ വന്നു കയറിയുള്ള കേസൊക്കെ പിടിച്ചു നോക്കാനൊക്കെ. ഞാനും പേടിച്ചില്ലയോ? ഈ ആഫ്രിക്കൻ ശാന്ത ഇത്രയും വളർത്തിയത് അവളുടെ ആഫ്രിക്കൻ അപ്പച്ചിയാണ്. ആഫ്രിക്കൻ ഒച്ചന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ആഫ്രിക്കൻ അപ്പച്ചി ഉണ്ടോ? നിനക്ക് അപ്പച്ചി ഉണ്ടോ? എനിക്ക് അപ്പച്ചി ഉണ്ട്. ആ, എവിടെ അപ്പച്ചിയുടെ വീട്? കൊല്ലത്താ. നീ അപ്പച്ചി എങ്ങനെ വിളിക്കുന്നത്? കൊല്ലത്ത് അപ്പച്ചിന്ന്. അപ്പൻ ആഫ്രിക്കയിലുള്ള അപ്പച്ചെ ഞാൻ ആഫ്രിക്കൻ അപ്പച്ചെന്ന് വിളിച്ച നിനക്കെന്തോ എത്ര അതിനായോ? അപ്പച്ചിയുടെ ഒരു വലയത്തിലായിരുന്നു അവൾ. അതുകൊണ്ട് കഥാനായകനെ ശരിക്കും അവളെ ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ പോലും പറ്റത്തില്ല. അതിനാൽ ശശി അടുത്തോട്ട് വരുമ്പോൾ അവൾ പറയും, അന്നാം പാച്ചിയെ അപ്പച്ചി ദോ ദോ ദോ, അപ്പച്ചിയെ അപ്പച്ചി ദേ ദേ ദേ, അപ്പച്ചിയെ അപ്പച്ചി പോ, അപ്പച്ചിയെ. ഞാൻ പറയുമ്പോൾ അപ്പച്ചി അതാരുടെ അപ്പച്ചി അവിടെ ഇരിക്കുന്നത്? വേറെ അപ്പച്ചി. ഓഡിയൻസിന്റെ അകത്ത് പല അപ്പച്ചികളും വന്നിരിക്കും. നമുക്ക് ഈ കഥയ്ക്കകത്തെ അപ്പച്ചി മാത്രം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞേ കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് വല്ലാത്തൊരു നോട്ടത്തോടെ ശശിയുടെ അമ്മാവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മാമന്റെ പന്ന നോട്ടം കണ്ട ശശി ശാന്തയോട് ഇങ്ങനെ പറഞ്ഞു. ഓ മാമൻ 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 ശാന്തേ മാമൻ, ഓ മാമൻ 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 ശാന്തേ മാമൻ. ഒരു നോട്ടം കണ്ടോ നീ, ഒരു നെൽപ്പു കണ്ടോ നീ, ഇതിനെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ശാന്ത ശശിയോടായി പറഞ്ഞു. എന്താ പറഞ്ഞു? മാമനിപ്പം എന്തിനാ കൂടെ നോക്കുന്നേ, കാലക്കേടു ചുറ്റിയോ? മാമനിപ്പം എന്തിനാ കൂടെ നോക്കുന്നേ, കാലക്കേടു ചുറ്റിയോ? പക്ഷേ ഒരു സാധനം അവൻ അടിക്കുന്നേ ഇല്ല. വിനോദനെ വിളി. വിളിക്കല്ല, മാഷിനെ വിളിക്കല്ല, ഞാൻ അടിക്കാം. അന്നാ രണ്ടും കൂടെ അടി. എടാ ശ്രദ്ധിച്ചിരുന്ന അത് വായിക്കേ. അപ്പോൾ അങ്ങ് അകലിൽ നിന്ന് ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ശാന്തേ നിന്റെ അപ്പച്ചിക്ക് വയ്യ. നിക്ക്. ഒരു തള്ള വയ്യാതെ കിടക്കുമ്പോ കിടന്ന് തബല അടിക്കുന്നോ? തള്ള വയ്യാതെ കിടക്കുന്ന നീ അറിഞ്ഞോണ്ടാ തബല അടിക്കുന്നത്? എടാ നിനക്ക് ഈ അവസ്ഥ നിന്റെ വീട്ടിൽ ഒരാൾ വയ്യാതെ കിടക്കുക, നീ തബല അടിക്കുവോ? ഞാൻ അടിക്കത്തില്ല. എന്താ അടിക്കാത്ത? അവിടെ തബല ഇല്ല. അപ്പൊ നീ അടിക്കും. അയ്യോ മതി, നീ പെട്ടി വായിക്കേ. പെട്ടി അവൻ ചത്തോ? എന്തിനാ പെട്ടി വാങ്ങിക്കാൻ? എടാ പെട്ടി വായിക്കാനോ? ആ ശരി, ഞാൻ അതൊന്ന് പിടിക്കുവന്നേ. ശാന്തയുടെ അപ്പച്ചിക്ക് പനി പിടിച്ച് വിറച്ചു കിടക്കുന്നു. അയ്യോ, അത് കേട്ടതും അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വീട്ടിലേക്ക്. എടാ ഓടുമ്പേലും അടി. അതിനൊന്ന് അടിയടാ, ആ കൊച്ചു ഓട്ടമാടാ വീട്ടിലോട്ട്. ആ മതി, ഓടി വീട്ടിലെത്തി. അവിടെ ചെന്നോ? വീട്ടിലെത്തി പറയണ്ടേ? പിറ്റേ ദിവസം ശാന്തയും ശശിയും കണ്ടുമുട്ടി. ശശി ചോദിച്ചു. എന്താ ചോദിച്ചു? ഇനിയും ഞാനൊരു സത്യം തുറന്നു പറയട്ടെ? പറഞ്ഞോ. പറയൂ ശശി ചേട്ടാ, നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. ആദ്യം തുടക്കത്തിൽ ഒരു ഭക്തിഗാന സുധേർ കൊണ്ടെത്തിച്ചു. ഇപ്പൊ ഒരു ധരണയിലാക്കി വെച്ചിരിക്കുക. അന്നിനെ പിന്നെ അങ്ങനെ പറഞ്ഞത്? അത് ഞാനല്ലേ അതിന്റെ സീൻ പറയുന്നത്. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമുക്കിനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം.
ഇത് കേട്ടതും അവളുടെ കണ്ണിൽ മാത്രം രാത്രിയായി. ബാക്കിയുള്ളവരെല്ലാം കണ്ണി പകല്. എടാ അവളെ കണ്ണി ഇരുട്ട് കയറി. അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി വെരിക്കോസിന് ആരംഭം വിട്ടു. നട്ടക്കാട്ടുച്ചയ്ക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണിൽ പൊന്നിച്ച പറഞ്ഞു, സത്യം പറഞ്ഞാൽ തീരാൻ പോവാ. ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന ശശിയുടെ വായിൽ പഴം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് പെരുക്കാൻ അറിയാമോ? എന്നെ ഒന്ന് തൊട്ട് നോക്ക്, അപ്പൊ ഞാൻ പെരുക്കും. ആ പെരുക്കല്ലടാ, കമലയിൽ നിനക്കൊന്ന് പെരുക്കാൻ അറിയാമോ? അത് പെരുക്കാം. നീ ഞാൻ പെരുക്കിക്കോളാം. ഞാൻ പെരുക്കാം. നീ പെരുക്കണ്ടല്ലോ, ഞാൻ പെരുക്കാൻ പെരുക്കി കാണിക്കാം. ഇനി ഞാൻ ഇത് തരത്തില്ലേ? പിന്നെ കളിക്കാതെ പോയാ അത് വായിക്കാൻ. ഇതേ പിടി ഈ വിരല് വിട്, അല്ലെ അതിൽ കയറി പിടിക്കേ. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ, എവിടേലും പോയങ്ങു തൊലഞ്ഞാലല്ല, എവിടേലും പോയങ്ങു തൊലഞ്ഞാലല്ല, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ. സാധനം കേട്ടോ, നിന്റെ ആശാനം വിളിച്ചോണ്ട് നീ ഞായറാഴ്ച എന്റെ വീടിന്റെ രാവിലെ പറയണം. നിന്റെ ചെവിക്കുറ്റിക്ക് 2 എണ്ണം തരാൻ. ഇതും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി. ഇതറിഞ്ഞ അപ്പച്ചി കോപം കൊണ്ട് ജ്വലിച്ചു. ജോലിക്ക് വാ അവിടെ. അവൾ അപ്പച്ചി ജ്വലിച്ചോണ്ടിരിക്കുവാ അവിടെ. ജ്വലിച്ചു. വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, LSI കാരന് 1000 രൂപ, കാരന് 2500. എടാ ഇത് ഇവള് ഇതിനകത്ത് കൊണ്ട് എഴുതി വെച്ചവിടെ കണക്കെല്ലാം. ആശാന്റെ പെണ്ണുമ്പളെ പറ്റെഴുതി വെച്ചേക്കും അതിനകത്ത് കൊണ്ട്. അയൽക്കൂടത്തിന് പൈസ വരട്ടെ. നിങ്ങൾ അങ്ങോട്ട് പോയി വാ, ഞാൻ ബാക്കിയ കാര്യം വൈകിട്ട് നോക്കിക്കോളാം. കളം വിട്ട് പിടിക്കാതെ. വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു. എന്തുവാ പറഞ്ഞേ? ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു, എന്റെ മകളെ ചതിച്ച അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഉദിച്ചുയർന്നു മാമലമേലെ അടിയനൊരാശയമെന്നും ഈ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്തരം. എന്താ ഞാൻ കാര്യം ചോദിക്കട്ടെ? അതെ, നീ എന്റെ കൂടെ 7-8 വർഷമായിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന എല്ലാം നിനക്കും കിട്ടുന്നുണ്ട്. അത് ഞാൻ മേടിക്കുന്നുണ്ട്. എന്നോട് വല്ല പകവ നിനക്കുണ്ടോ? പിന്നെ എന്തിനാ ഈ കഥാപ്രസവം ഭക്തിഗാനമാക്കിക്കൊണ്ടിരിക്കുന്നത്? ഉദിച്ചുയർന്നു അങ്ങനെ എന്തിനാ വെച്ചത്? അതിന്റെ വാക്ക് ഞാനല്ലയോ പറയുന്നത്. അന്ന് അത് ലെവലിൽ പറ. ഉദിച്ചുയർന്ന സൂര്യനെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു, എന്തുവാ? എന്തോ മുടിഞ്ഞ ചൂട്. ചൂട് വകവെക്കാതെ ഇരുവരും ശശിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ശശിയുടെ വീട്ടിലെത്തിയപ്പോൾ പൂരത്തല്ല്. ശശി മാമനെ തല്ലുന്നു, മാമൻ ശശിയെ തല്ലുന്നു, ശശി ശാന്തയെ തല്ലുന്നു, ശാന്ത മാമനെ തല്ലുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല. ഇണക്കത്തിൽ അപ്പച്ചിക്കും കിട്ടി ഒന്ന്. വയ്യാത്ത കള്ളക്ക് ഇത് എന്തിന്റെ കേടാന്നൊന്ന് പറയാം. എനിക്കറിയത്തില്ല, അത് അവരോട് ചെന്ന് പറയണം. വയ്യാത്ത കളന്നല്ലേ അവര് ഇടയ്ക്ക് കയറിയത്. അതറിയത്തില്ല, അവര് കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട്. ആ ഉത്തരവാദിത്വം ഉണ്ട്. നിന്റെയൊക്കെ കൂട്ടല്ല. വയ്യാതെ കിടക്കുന്നില്ല. ഒരു തുള്ളി വിഷം എവിടെ പോയി നിൽക്കി വരാണ്ടാണ്. ഒരു തുള്ളി വിഷം വാങ്ങാൻ പോലും കാശില്ലാതെ ശാന്ത വിഷമിച്ചു. അത് മൈക്രോ ഫിനാൻസ് കൊടുത്താൽ ലോൺ കിട്ടുമല്ലോ പറയാനെങ്കിൽ. അടാ അന്നാലും പ്രശ്നമാ. ഇവര് ഈ വിഷം കഴിച്ച് ചത്തുപോയി ലോൺ ആരടയ്ക്കും? അതാ ഗ്രൂപ്പ് ലോൺ കൊടുക്കുന്നേ. ആ ഗ്രൂപ്പിൽ നിന്ന് മേടിക്കോളും. അത് ചത്തുപോയി മറ്റുള്ളവർ അടയ്ക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നായിക പെണ്ണിനെ ഒരു വിധത്തിൽ കൊല്ലാതെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുക. ഇതിനെ വിഷം കൊടുത്തു കൊല്ലാൻ നിനക്കൊക്കെ എന്തോ പാവികളാടാ നിങ്ങൾ. അല്ല അങ്ങനെയും കഥ അങ്ങ് തീരുമല്ലോ. എനിക്ക് വരുന്ന പക്ഷം ഇതിന്റെ 2ാം ഭാഗം പിടിക്കണം. അതിനെങ്ങനെയും ഒപ്പിച്ചോണ്ട് വരും. ഉടനെ വിഷം വാങ്ങിക്കാൻ പൈസ കൊടുക്കാം. തീർക്കാൻ നോക്ക്. ശശിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു നടന്ന ശാന്ത, അപ്പോഴാണ് ശാന്തയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത്. അവൾ അത് ചെയ്തു. ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ അവൾ എടുത്തു ചാടി. പെണ്ണ് ആറ്റിൽ വീണ് ചാകാൻ തോന്നുമ്പം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. നീന്താനൊന്നും അറിയത്തില്ല. നീന്താ നിന്നോട് പറഞ്ഞോ? എടാ ഇതിനകത്തൊന്നും അടിക്കണ്ടേ, വെള്ളത്തിലല്ലയോ ചാടിയേ. ഒരു കാര്യം ചെയ്, ഒന്നുകൂടെ കേറാൻ പറ. തള്ളിയിട്ട് ഒരു വട്ടം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. പെങ്കൊച്ചിന്റെ ജീവൻ വെച്ചാ നിങ്ങൾ കളിക്കുന്നത്. അതും ഓർത്തോണം മക്കളെ. എടാ വെള്ളത്തിൽ ചാടി പറയുമ്പോ അടിച്ചോണം. ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ എടുത്തു ചാടി. അടിച്ചില്ല. അയ്യോ ഞാൻ വായിച്ചില്ല. ആ കൊച്ചിന്റെ അടുത്ത് ഒന്നുകൂടെ കയറി വരാൻ പറ. ഒറ്റ പ്രാവശ്യം എനിക്ക്
ഒരു മഹാപാപമാണ് ഞാൻ ചെയ്യുന്നത്. എന്തുവാ? ഒരു പെൺകൊച്ചിനെ 2 വർഷം ഇപ്പം കായലിൽ ഞാൻ തന്നെ തള്ളിയിട്ടു കേട്ടോ. പിന്നെ നിങ്ങൾ രണ്ടിന്റെ ആവശ്യപ്രകാരം ഞാൻ തള്ളിയിടാം ആറ്റിൽ 3ാമതൊരു പക്ഷം. പക്ഷേ നിങ്ങൾ രണ്ടും അത് ഏറ്റോണം. എന്തുവാ സംഭവം പറ. കാരണം വരുന്ന വർഷവും എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കഥയുണ്ടാക്കി എനിക്ക് അവതരിപ്പിക്കാനുള്ളതാ. അപ്പൊ ചാകാതിരുന്നാ പോരെ? ചാകരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എടുത്ത് ചാടേണ്ട പിന്നെ ആശാന്റെ കാര്യം നിരക്കി അങ്ങോട്ട് താട്ടൊന്നിട്ടാ മതി. ബാക്കിയാണ് കാരണം ഞങ്ങൾ ഒരുമിച്ചൊന്ന് അടിക്കണമല്ലോ. ആഫ്രിക്കൻ കായലിലേക്ക് എടുത്തു ചാടിയവൾ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അടിക്കുന്നു കേട്ടാ. ഓണോ? ആ എന്റെയാ. അത് തായ്ലൻഡ് ആക്കി വെച്ചാ. തായ്ലൻഡ് അല്ല, വൈപ്പർ ഇട്ടേക്കോ. ഹലോ, ആ പറഞ്ഞു ചേട്ടാ. അയ്യോ അതെന്താ പറ്റി? ഇവിടെ ഉള്ളൂ ചേട്ടാ, ആഗ്രഹിച്ചിരിക്കുവായിരുന്നല്ലോ. ആ മാറ്റി വെച്ചോ ആശാനെ. പാളി പാളി പാളി. എന്തുവാ? അവർക്ക് ഈ പ്രാവശ്യം പരിപാടി ഇല്ല. പരിപാടിയല്ല, കഥാപ്രസംഗം കാണുമല്ലോ. ആ അതന്നെ പരിപാടി, കഥാപ്രസംഗം ഉണ്ട്. പക്ഷെ അവർക്ക് കാതികന്റെ കഥാപ്രസംഗം മതിയെന്ന്. അതെന്താ? നമ്മള് കാതികരല്ലേ? നമ്മൾ ഗുഡായി പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? അണ്ണം പറ, എന്താ ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ. നീ തവരൊന്ന് വെച്ചേ. എവിടേലും പോയങ്ങ് തൊലഞ്ഞാലല്ല ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ, ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ, എവിടേലും പോയങ്ങ് തൊലഞ്ഞാലല്ല ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ. ദീപുവിനും ശരണ്യക്കും വിവാഹമംഗള ആശംസകളെന്ന്. എന്റെ മകൻ കെട്ടേണ്ട പെണ്ണിനെയാണ് യവൻ കെട്ടിയത്. എന്റെ മോന്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടി യവൻ ചെന്ന് പെണ്ണിനെ കണ്ടിട്ട് ഇറങ്ങുന്ന നേരത്തെ എന്റെ ചെറുക്കന്റെ മുണ്ടിലോട്ട് ഒരൊറ്റ ചവിട്ട് അവന്റെ മുണ്ടഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ കൂടെ വന്ന യവൻ പറഞ്ഞ്, ചെറുക്കനെ കാണാൻ എങ്ങനെയുണ്ട്? മുഴുവൻ കാളാറ്റി നിൽക്കുന്ന ചെറുക്കൻ ആർക്ക് ഇഷ്ടപ്പെടും? വേണ്ട, എന്റെ മോനെ തേച്ച്. അതുകൊണ്ട് എന്ത്, ഇന്ന് അവ ഇപ്പൊ ഇവിടെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിന്റെ മുറ്റത്തൂടെയാണ് അവന്റെ വീട്ടിലോട്ട് പോവാനുള്ളത്. വഴി ഞാൻ അങ്ങ് അടച്ച്. ഇനി അവൻ ഏത് വഴി പെണ്ണിനെ കൊണ്ടുവരണമെന്ന് എനിക്ക് അടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയാം, മറുവീടിന് പൊറോട്ട ഇറച്ചി തിന്നാൻ വേണ്ടി വന്ന ടീമല്ലേ. ഒന്നും ഇതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. ഞാനാണ് പറയണത്, സുഭദ്രയാണ് പറയണത്, ഒന്നും ഇതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. അവ ഇതിലെ പെണ്ണിനെ കൊണ്ടുവരണം, എനിക്കൊന്ന് കാണണം. എനിക്ക് ശിവുവിന്റെ അമ്മയെ പേടിയാണോ? ശിവുവിന്റെ അമ്മയെ പേടിയാണോ? ഞാൻ പേടിക്കേണ്ട കാര്യമില്ലടാ. എടാ നമ്മളൊരു തറവാടികളല്ലേടാ, നമുക്കൊരു അന്തസ്സില്ലേടാ. എടാ നമ്മൾ ആണുങ്ങളല്ലേടാ, ഒന്നുമില്ലെങ്കിൽ പേടിക്കണം എന്തിനാ? എടാ നമുക്ക് വഴി തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴിവെട്ടിപ്പോവും. അങ്ങനത്തെ തറവാടുകാരാടാ നമ്മൾ. നിനക്ക് പാപ്പനില്ലേടാ? പാപ്പനില്ലേ നിനക്ക്? നിനക്ക് ഇതിലേ തന്നെ പോണോന്ന് എന്തിനാ ഇത്ര പിടിവാശി? വേറെ വഴിയില്ലേ? ഇവിടെ വഴിയില്ലാത്ത സ്ഥലം ഇത് തന്നെ പോണം. ഒരാൾ നിൽക്കുന്ന കണ്ടോ? ഈ KPSC എംബ്ലം നിൽക്കുന്ന ആളൊക്കെ നിൽക്കുന്ന കണ്ടോ? ഇതിലെ തന്നെ പോണം. അവർക്ക് എന്തോ മനസ്സിൽ ഉദ്ദേശമുണ്ട്, അത് മനസ്സിലാക്കണം. പാപ്പനല്ലേ പാപ്പ, എനിക്ക് വഴി ശരിയാക്കി തരാൻ പറഞ്ഞു. അവര് വാക്കല്ലാതെ നിപ്പാണ് സ്ത്രീ. ഞാൻ ഒരു ഫുൾ എടുത്തു തരാം, ശരിയാക്കി താ വഴി. പേരെങ്ങനാടാ? സുഭദ്രാമ്മ. സുഭദ്രേക്കോ? നിങ്ങളാരാ? പാപ്പനായിട്ട് വരും. ഒരു 4 മണിക്ക് ഞാൻ ചായ കുടിക്കുമ്പോ ബാ. എന്ത് പാപ്പായിട്ട് വരുമോ? ഈ കല്യാണത്തൊക്കെ പാപ്പനായിട്ട് വരും. ചെറുക്കനും പെണ്ണിന് വഴി കൊടുക്ക്. അവന് വഴി കൊടുക്കാൻ അവനെന്തോന്ന് മൂട്ടുപോയല്ല? മോട്ടുപോയല്ല. മര്യാദക്ക് ചെറുക്കനും പെണ്ണിനും വഴി കൊടുക്കണം. ഇവിടെ വഴി കൊടുക്കാൻ ഈ ആരുടെ വീട്ടിന് മുമ്പിലാണ് വന്ന് നിന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഈ വീടിന്റെ അന്തസ്സ് നിങ്ങൾക്കറിയാമോ? ദീപുവിനറിയാം എന്റെ വീട്ടിന്റെ അന്തസ്സ്. നിങ്ങൾ അങ്ങോട്ട് നോക്ക്. എന്റെ വീട്ടിന്റെ ബേസ്മെന്റ് റിട്ടയർഡ് തഹസീൽദാർ സുകുമാരൻ നായർ ഉണ്ടാക്കിയത്. വീട്ടിന്റെ കട്ടളപ്പടി റിട്ടയർഡ് പ്രൊഫസർ വേണു നായർ ഉണ്ടാക്കിയത്. മേൽക്കൂര എന്റെ സഹോദരൻ KSRTC ഉദ്യോഗസ്ഥൻ രാഘവൻ ഉണ്ടാക്കിയത്. അവരെ ഉണ്ടാക്കിയ കഥയും കേട്ടോണ്ട് എന്തിനാ കിടന്ന് ഓടുന്ന? നിങ്ങളെ ഉണ്ടാക്കിയ കഥയാക്കാൻ വേണ്ടി വന്നതല്ലേ? ചെറുക്കനും പെണ്ണിനും മര്യാദയ്ക്ക് വഴി കൊടുക്കണം. അവർക്ക് പോണ്ടേ, അവർക്ക് ജീവിതം ആരംഭിക്കണ്ടേ? എനിക്ക് എന്റെ വാവയെ കാണണം. വാവേ, എന്റെ വാവേ. കല്യാണം കഴിഞ്ഞ് 10 മിനിറ്റ് ആയതേലോടാ, വീട്ടിൽ പോലും കേറില്ല. നിനക്ക് വാവേ വേണമെന്ന് പറഞ്ഞ് എങ്ങനെ കരുതാ? അങ്ങനെയാടാ. അതല്ല, ചാലിരിക്കുന്ന എന്റെ കല്യാണ പെണ്ണില്ലേ, അവളെ ചെല്ലപ്പേരാണ് വാവ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സംസാരിച്ച് ഡീൽ ചെയ്യടാ. നിങ്ങൾ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. എന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പെണ്ണ് ഇതുവഴി ഒന്ന് പോവാൻ നിങ്ങൾ അനുവാദം തരുമോ? ദീപു, നീയും ശുഭു എനിക്ക് ഒരുപോലെയാണ്. നീ അഗ്നി സാക്ഷിയാക്കി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ
ഞാനിവിടെ മറികടക്കണ്ടെന്ന് പറയൂടാ. അതല്ലേ തറവാടിയാണെന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണ്. സുഭദ്രമ്മ അങ്ങനെ തടയൊന്നുമില്ല, നമുക്ക് പൊക്കൂടെ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഈ നിക്കർ ഇട്ടോണ്ട് ഞാൻ ഇവിടെ എങ്ങും വന്നിട്ടില്ല, അതാണ് കാണാത്ത. നിക്കറല്ല, തന്നെ ഇവിടെ കണ്ടിട്ടില്ലെന്ന്. അല്ല, എന്നെ കാണാത്ത കാര്യം ഞാൻ അങ്ങനെ വന്നിട്ടില്ല. ഞാനൊരു വകയിലൊരു പാപ്പനാണ്. ആരുടെ ഈ കണാപ്പ? ഇതെന്റെ പാപ്പൈ. പാപ്പനെ കുറിച്ച് അറിയണമെങ്കിലേ കോട്ടയത്ത് പോയി തിരക്കണം, അറിയാമോ? പാപ്പൻ ഒന്നിങ്ങ് വരൂ. എന്തോ ഒരു 500 രൂപ ഇഞ്ഞതാ. എന്തിനാണ് 500 രൂപ? നിങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി കോട്ടയം വരെ വേണ്ടേ? ഓട്ടയ്ക്ക് പൈസ കൊടുക്കണ്ടേ? ഇവിടെ അടുത്ത 50 രൂപ ഓട്ടത്തിനല്ലടാ പറയാനുള്ള. 500 രൂപ ഓട്ട കോട്ടയത്തൊക്കെ എന്തിനാ പറഞ്ഞ? ഞാൻ പാപ്പനെ പറ്റി കയറ്റി പറയുന്നതല്ലേ, പാപ്പൻ ഞാൻ മാറി നിന്നാണ്. അതെ, ഈ പാപ്പൻ ആരാന്ന് അറിയാമോ? ഇല്ല. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാ പാപ്പൻ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, വലത്തോട്ട് മാറി, ഇടത്തോട്ടിരിഞ്ഞ്, വലത്തോട്ടിരിഞ്ഞ് പാടാ പാടാ പാടാ. പാപ്പ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സുഭദ്രമ്മ ഇല്ലേ, പഴയ കളരിയാ. കുറച്ചുകൂടെ കഴിഞ്ഞ് പണഞ്ഞാ മതിയായിരുന്നല്ലോ. എടാ, ഈ കളവിപ്പായിട്ട് അറിയാവുന്ന ഈ കളവി എടുത്താ എന്നെ കൊണ്ട് പറഞ്ഞു വന്നാണ്. എടാ, ജംഗ്ഷനിൽ ഇട്ട് കളരി പഠിക്കുന്ന പയ്യന്മാർ എന്നെ കഴിഞ്ഞ ആഴ്ച തല്ലിയതേ ഉള്ളെന്ന്. നിന്നാളാ ചന്ന പിന്നെ അടിച്ചോ ഞവന്മാര്. പാപ്പൻ കരോട്ടക്കാരനല്ലേ, സ്റ്റെപ്പ് വെച്ച് ഇടിച്ചൊക്കെ തള്ളിക്കൂടായിരുന്നു അവന്മാരാ. ഇത് നിലത്ത് നിർത്തിയാലേ സ്റ്റെപ്പ് വെക്കാൻ പറ്റൂ. യവന്മാർ ഇങ്ങനെ ഏറിലിട്ടല്ലേ ഇരിക്കുന്ന. പിറ്റേ ദിവസം ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പോ എല്ലാം കൂടെ നിരന്നിരിക്കുന്നു. മിണ്ടിയില്ലല്ല. അവന്മാരാ അല്ല, ഞാൻ മിണ്ടിയില്ല. അതേ അവന്മാർ ഫസ്റ്റ് വായിലല്ലേ ഇടിച്ച. ഓ, സിലോപ്പി മീൻ കിടക്കായി പോയടാ. വാടാ വാടാ വാടാ. ഇത് കഴിഞ്ഞില്ലടാ. ഡേ, ഒരു ഹെലികോപ്റ്റർ വിളിച്ചല്ലോ, നീ ഇറങ്ങടാ. അവിടെ വീട്ടിൽ ഇറങ്ങി. അയ്യോ, നമ്മുടെ വീട്ടിൽ ഹെലിപ്പാഡ് ഇല്ല. എടാ, കയറ് കെട്ടി ഇറങ്ങടാ, അതേ നടക്കും. അല്ലാതെ ഈ ദിനോസറിനെ ചാടി എങ്ങനെയാണ് അപ്പുറത്ത് പോണത്? അവനിപ്പോ അവന്റെ പെണ്ണിനെ കണ്ടിടാൻ പറ്റില്ല. ഒറ്റ ഒരുത്തൻ കാരണം എന്റെ മോൻ ഷിബു ഇപ്പൊ അങ്ങ് ബോംബെയല്ല കഷ്ടപ്പെടുക. അവനെ നോക്ക, അവന്റെ മാമൻ മാത്രമേ ഉള്ളൂ, ബാലൻ ബോംബെയില്. അതായിരിക്കുമല്ലേ ഇപ്പൊ ബോംബെ വാല ചോദിച്ചേ ഉള്ളൂ. അല്ല, അറിയാത്തോണ്ട് ചോദിച്ചാ. ഈ പെണ്ണിനെ കെട്ട നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്ത് യോഗ്യതയെന്നാ? നിങ്ങളെ മോൻ ആറ്റിറ്റ്യൂഡ് ഇല്ല, എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആര് പറഞ്ഞ എന്റെ മോൻ ആറ്റിറ്റ്യൂഡ് ഇല്ലെന്ന്? അവൻ രാവിലെ സോപ്പും തോർത്തും വെളിച്ചെണ്ണ എടുത്തോണ്ട് നേരെ ആറ്റിപ്പോയിട്ടാണോടാ. ഹലോ, അതല്ല ആറ്റിറ്റ്യൂഡ്. ഞാൻ കാണിച്ച ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വേണ്ടേ, ഇത് ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇത് വേറൊരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇത് വേറൊരു ആറ്റിറ്റ്യൂഡ്. ഓ, ഈ സംഭവം നീ പെണ്ണിനെ കാണിച്ചടാ, കല്യാണ പെണ്ണിനെ? ഇല്ല പാപ്പ, കാണിച്ചു. ഓ, ഭാഗ്യം, അതുകൊണ്ട് കല്യാണം നടന്നു. നടക്കട്ടെ ആറ്റിറ്റ്യൂഡ്. എന്തിനാ കരയുന്നേ സുഭദ്രക്ക? ഷിബുവിനെ ഓർത്ത് കരഞ്ഞു പോയതാ. എന്തു പറ്റി? ഷിബു ജനിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ നിങ്ങള്? ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞ് തന്നെ ജനിച്ചിഞ്ഞ് വരിക എന്ന് പറഞ്ഞു വിദ്യാഭ്യാസ ചെലവില്ലല്ലോ, ഡിഗ്രിക്ക് പഠിച്ചല്ലേ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഷിബുവിനെ പ്രസവിച്ചത്. ഈ കോന്തനല്ലാതെ ഈ പെണ്ണിന് വേറെ ഒരുത്തരെയും കിട്ടിയില്ലേ? എവിടെ പെമ്പുള്ളവരുണ്ടോ ഇവ അവിടെ പോയി വായും പൊളിച്ചോണ്ടിരിക്കുവോ? അങ്ങനെ സംസാരിക്കരുത് അമ്മ. ഈ പാപ്പന്റെ മോച്ച് എന്നെ അങ്ങനെ കളിയാക്കരുത്. ഈ പെണ്ണുങ്ങളെ മൊത്തം പാപ്പ, ഞാൻ ഒരു പെണ്ണുങ്ങളെ മുഖത്തും ഞാൻ നോക്കൂല. എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല 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 ഇഷ്ടമില്ല ഇഷ്ടമില്ല ഇഷ്ടമില്ല. ഇപ്പൊ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കത്തില്ലെന്ന്. എവരെയും കൊണ്ട് ഞാൻ മധുരക്ക് ടൂറിന് പോയി ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോ അനൗൺസ്മെന്റ്, ഇത് കേട്ടതും ഇതാരാണ് വിളിച്ചു പറയണമെന്ന് അറിയാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകൾ കോറും നേരെ ഇറങ്ങിയവനാണ്. പെണ്ണുങ്ങളെ മുഖത്ത് മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഒരു പെണ്ണിന്റെ അനൗൺസ്മെന്റ് കേട്ടോണ്ട് എടുത്താടി ഓടുന്ന ട്രെയിൻ മൊത്തം കയറിയതല്ല. ഒരു പെണ്ണിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു പടമോ കേട്ട് കഴിച്ച് അങ്ങനെ ആയിരുന്നു ഓടുക ചെയ്യേണ്ടത്. ആരെന്നറിയാം? ഈ അനൗൺസ് ചെയ്യുന്ന പെണ്ണ് ഈ ട്രെയിനിന്റെ ഫ്രണ്ട് എഞ്ചിനിലല്ലേ ഇരിക്കുന്ന? അല്ല, ഞാൻ ചോദിച്ചതാണ് കാര്യം. അവന്റെ ആരെന്ന് പറഞ്ഞത്? പാപ്പൻ. പാപ്പനും കണക്ക് തന്നെ, മരുമോനും കണക്ക് തന്നെ. എനിക്കിപ്പോ അതല്ല, എന്റെ മോൻ ഷിബു രക്ഷപ്പെട്ടു. ഈ പെണ്ണ് പട്ടിണി കിടന്ന് ചാവും, ഇവൻ ജോലിക്കൊന്നും പോകത്തില്ല. അത് വിട്. പെണ്ണിനെ പൊന്നെ പോലെ പോറ്റായി ചെറുക്കന് കഴിവുണ്ട്. മക്കളെ ഇപ്പൊ എന്തോടാ ജോലി? എനിക്ക് സീസൺ വർക്കല്ലേ പാപ്പ? സീസൺ വർക്ക് നല്ല ജോലിയാ. എന്തോടാ സീസൺ വർക്ക് എന്ന് വെച്ചാ? ഓലകെട്ടും പതിനെപ്പാട്ടും. പാപ്പൻ എന്താണ് ആലോചിക്കുന്നത്? അല്ല, ആ കല്യാണ പെണ്ണിന്റെ കാര്യം ആലോചിക്കണം. എന്ത് പറ്റി? റേഷൻ അരിയിലെ കല്ല് വരയ്ക്ക് ആ പെണ്ണിന്റെ ഊപ്പാട് വരും. ഒന്നും മറന്നു പോയടാ. നിനക്ക് കരപ്പം വന്ന് 2ാം ക്ലാസ്സിൽ കിടക്കുമ്പോ വേപ്പില പറിച്ച് നിന്റെ കരപ്പം മാറ്റി തന്നത് ഈ സുഭദ്രമ്മേടാ. ആവശ്യമില്ലാത്ത പാപ്പൻ എന്താണപ്പാ? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊന്നും അല്ല കരപ്പം വന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കരപ്പം വരുന്നത്. സത്യത്തിൽ അതെ, 2 വേപ്പിലാണ് ഞരച്ചു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ അച്ഛന് ട്രാൻസ്ഫർ ആയിട്ട് ബോംബെയിലോട്ട് പോയില്ലേ, പിന്നെ അവിടെ ആയിരുന്നു പഠിത്തമൊക്കെ. ബോംബെ 2 വേപ്പിലാണ് ഞരച്ചു കൊടുത്തത്. പിന്നെ ഈ ബോംബെയിൽ നിന്ന് വന്ന് നമ്മൾ തമിഴ്നാട്ടിൽ എത്തി. തമിഴ്നാട്ടിൽ എത്തിയിട്ടാണ് ഞാൻ ഡിഗ്രി പാസ്സായത്. അതെ,
ഞാൻ 2 വേപ്പല അരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ നേരെ അമേരിക്കയിലോട്ട് പോയത് നമ്മള്. നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ടാണല്ലോ ഞാൻ ഡിഗ്രി എടുത്തത് പാപ്പ. തമിഴ്നാട്ടിൽ വന്നാണ് ഞാൻ ഡിഗ്രി എടുത്തത് പാപ്പ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡിഗ്രി എടുത്തത് പാപ്പ ഒന്ന് മൈൻഡ് ചെയ്യാത്തത്. നിന്റെ തമിഴ്നാട്ടിലെ ഡിഗ്രി 2 പേപ്പറെ കൊണ്ട് അമേരിക്ക പോയിട്ട് വന്നിട്ടുള്ളൂ ഈ സ്ത്രീ. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് നിന്റെ തമിഴ്നാട്ടിലെ ഡിഗ്രി. അത് ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യം തോന്നുന്നു. എനിക്ക് ഒന്നിനും വയ്യത്. എന്റെ വാവച്ചി ഇപ്പൊ ചിരിക്കുന്ന കരയുന്ന എനിക്ക് അറിയാമോ? എല്ലാരും വാവച്ചല്ലേ ചിരിക്കക്കരയും ചെയ്യുന്ന പിന്നെന്തോടാ? അയ്യോ അതല്ല എന്റെ പെണ്ണ് വാവച്ചില്ലേ ഭാര്യ, അവള് ചിരിക്കുന്ന കരയെന്ന് അത് അവിടെ കാണാതെ ഓടൊന്നുമില്ല. അവനിപ്പോ വാവച്ചയെ കണ്ടോളാൻ വയ്യ. അവൻ എന്റെ മോന്റെ കൂടെ പെണ്ണാണ് പോയിട്ട് അവിടെ തിരിച്ചു അങ്ങ് പമ്പല്ലേ. മനസ്സിലായടാ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഒരു തേങ്ങ മനസ്സിലായില്ല. ഒന്നുകൂടെ ഒന്ന് പറയാവോ? 22 വർഷങ്ങൾക്ക് മുമ്പ് ദീപുവിന്റെ അച്ഛൻ എന്നെ കളഞ്ഞിട്ട് പോയി. 6 വർഷം കഴിഞ്ഞാണ് ഷിബു ജനിക്കുന്നത്. അല്ല, അതിന് ലോജിക്കിന്റെ വിഷയമുണ്ട്. നമ്മളെ പുള്ളി കളഞ്ഞിട്ട് പോയ ശേഷം 6 കൊല്ലം കഴിഞ്ഞ് കറക്റ്റ് അല്ല അത്. അയ്യോ കേറിപ്പോണ്ട. ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ആണല്ലേ? ഞാൻ നോക്കിയപ്പോ കവറും തൂക്കി പിടിച്ചോണ്ട് വരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ അടുക്കളയിൽ നിൽക്കായിരുന്നു. വന്ന് ചോറ് ചോദിച്ചു. ഞാൻ ചോറെടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി. മൈൻഡ് ചെയ്തില്ലേ? ഇത് കഴിഞ്ഞ് ചോറ് കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. പായും തലയും കൊണ്ടിട്ടു. ഞാൻ മൈൻഡ് ചെയ്തില്ലേ? രാവിലെ എനിക്ക് ടാറ്റയും കാണിച്ച് ഒറ്റ പോക്ക്. അപ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്താന്നറിഞ്ഞൂടാ, 10 മാസം കഴിഞ്ഞപ്പോ ഷിബുവിനെ എനിക്ക് കിട്ടി. എങ്ങനാ എന്തോ. ഈ ഷിബുവിന്റെ അച്ഛൻ വന്നപ്പോ ഒരു കവർ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ? കൊണ്ടുവന്നായിരുന്നു. ആ കവറിൽ ഇനി ഉണ്ടായിരുന്ന ആ ഷിബു മൈൻഡ് ചെയ്തില്ല പോലും. അല്ല നിങ്ങളെ വിവേകാനന്ദ ബന്ധ സംഭവം സംപ്രദനം ചെയ്തിട്ടുണ്ടോ? മനസ്സിലായില്ല. കല്യാണം കഴിച്ചിട്ടുള്ളതാന്ന്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു. പക്ഷെ എന്റെ ഭാര്യ ഒരു തേങ്ങോട്ടുകാരനായിട്ട് ഒളിച്ചോടി പോയി. പാപ്പ കരയല്ലേ പാപ്പ, എന്റെ പാപ്പ കരയല്ലേ? ആ വിഷമം കാണുക. തേങ്ങോട്ട് എന്നോട് പോയല്ലേ വിഷമം കാണും. ഭാര്യ പോയതല്ലേ? ഭാര്യ പോയതല്ല, വീട്ടിൽ അരയ്ക്കാൻ ഒരു തേങ്ങയില്ല. അതെന്ത് പറ്റി? ഉള്ള തേങ്ങോട്ടുകാരനല്ലേ അവള് വിളിച്ചോണ്ട് പോയേ. ഞാൻ ഇവിടെ നിന്ന് തേങ്ങ എടുത്ത് അരക്കേ. പാപ്പ ഈ സദ്യയിൽ പായസമൊക്കെ കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ശരീരവേദന, ക്ഷീണം. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. നിനക്ക് സദ്യ കഴിച്ചതിന്റെ ക്ഷീണമല്ല, എനിക്ക് മനസ്സിലായി നിന്റെ ക്ഷീണം എന്താണെന്ന്. ആ പെണ്ണ് അവിടെ ഇരിക്കട്ടാ. നിനക്ക് എന്തോന്നാ ഇവര് ആദ്യം വഴി തരട്ടാ. സുഭദ്രേച്ചി, വഴി കൊടുക്കണേ നല്ലത്. ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. എവിടെന്നാ ഒരു വിഗ് ഒപ്പിച്ച് വന്നിരിക്കും. 55 വയസ്സായി. സത്യമാണ് ഞാൻ പറയാം. വഴി കൊടുക്കണേ നല്ലത്. അയ്യോ വെട്ടോത്തി ഓടിഞ്ഞ ഒറ്റവട്ടിന് അക്കാ സംഭവേ. നമുക്കേ ഞാൻ അങ്ങോട്ട് വരുന്നോണ്ട് കുഴപ്പമുണ്ടോ? വെട്ടോ. അവൻ വന്നാ കാലിയാൻ വെട്ടും. സംഭവം വേറൊന്നുമില്ല, ഒരാളുടെ ജീവിതമല്ലേ നമുക്ക്. ആനടാ, പക്ഷെ അവൻ കാണിച്ചത് എന്റെ അല്ല അത് വേണ്ട, അതവിടെ നിൽക്കട്ടെ. അത് കുഴപ്പമില്ല. മനസ്സിലായി, കാര്യം മനസ്സിലായി. സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നവരില്ല. അപ്പൊ നമ്മളെ കൊണ്ട് നല്ല മനസ്സുള്ളവരെന്ത് ചെയ്യും? അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യം കളിച്ചു കഴിഞ്ഞാൽ എനിക്കും എന്റെ ദേഷ്യം വരും. ചെറുക്കനും പെണ്ണിനും പോണം. അതെന്റെ സ്വഭാവമാണ്. മാറി കൊടുത്തേ പറ്റൂ. ആ വേല് മാറ്റി കൊടുത്തില്ല. സംസാരമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ കേസാവും. ചെയ്യോടാ. ചെയ്യരുത്. എനിക്കറിയാം ചെയ്യും. പാപ്പ ചെയ്യരുത്. അയ്യോ അതിട്ട് വെട്ടിക്കഴിഞ്ഞാൽ മടല് കയറൂല. ഇത് പിടി. അത് വലിയ വാളല്ല. അതൻ കളാക്ക. അതൻ കള. അപ്പുറത്ത് വല്ലതും പോയി വാടകയ്ക്ക് വീടെടുത്ത് ജീവിക്കണം. നീ ഇവിടെ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ എന്നെ ഇപ്പൊ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ തല്ലോ. ഇത് തല്ലോ. നീ ഇവിടെ വന്നിട്ട് സുഭദ്രയമ്മ തല്ലിട്ട് പോകും. ആവശ്യമില്ല. നീ എന്നെ തല്ലോടാ. അതെ സുഭദ്രയമ്മ, ഞാൻ ഒരു കാര്യം പറയണം. എന്റെ കല്യാണം കഴിഞ്ഞാണ്. ഞാൻ എന്നെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഞാനും എന്റെ പെണ്ണ് തൊഴി പോവുകയും ചെയ്യും. നിങ്ങൾക്ക് പോലെ ചെയ്യാണെങ്കിൽ ചെയ്തതാ. ഇവിടെ ഇങ്ങനെ ഒരു പോച്ചിലുണ്ടാടാ. നല്ല പോച്ചിലുണ്ട്. ഈ ചെവിയുടെ ഇവിടെ നിന്നൊരു ഞരമ്പ് വലിച്ചിലുണ്ട്. വലിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ തല്ലിന്റെ ഒരു പ്രത്യേകത. അതങ്ങനെ പാപ്പിനറിയാം. ഒരു കാര്യം പറഞ്ഞെന്ന് അത് മനസ്സിലാക്കണമെന്നല്ല, അത് എങ്ങനെ അറിയാം, ഏത് വിധേന അറിയാം. മാറിക്കളഞ്ഞോട്ട്. എന്താ ചെയ്യുമെന്ന് പറഞ്ഞു? അല്ല ഞാൻ പറഞ്ഞതേ, അവർക്ക് ചെറുക്കനും പെണ്ണിനും വഴി കൊടുക്കും. തല്ലിട്ട് പോവിടുന്നു. സുഭദ്രയെ തല്ലിട്ട് പോവോ? നീ തല്ലിട്ട് പോവോടാ. പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കുന്നോടാ നീ. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്തടി കളവി? ഒരു മര്യാദ സ്വാമി. വായ്പളം നിൽക്കാതെ പെണ്ണിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കടാ. കാറിലോട്ട് ചെല്ലണം. ചുമ്മാ നമ്മളെ ഒരു മര്യാദ എന്നൊരു സംഭവം. ഒരു എത്രയും നമ്പർ സഹിക്കും. നിങ്ങൾ പോവേണോ? നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ തേങ്ങോട്ടണ്ട് ഒളിച്ചോടി പോയെന്ന്. എന്റെ ഭർത്താവും പിണങ്ങി ബോംബെയിൽ പോയി. അവരൊരു ജീവിതാവാൻ പോവുകയാണല്ലോ. നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വേലിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിക്കാം. സുഭദ്രേക്കു, ഒരു കാര്യം പറയുന്നോണ്ട് വേറെ തോന്നില്ലേ? പറഞ്ഞോളൂ. പട്ടിണിയാണെന്ന് വിചാരിച്ച ആരും പാറക്കല്ലിട്ട് കടിക്കൂല. ഞാൻ പോകും.
അച്ഛാന്നൊന്ന് വിളി മോനെ, അച്ഛാന്ന് വിളി, വിളിക്ക് ഒന്ന് അച്ഛാന്ന് വിളി. ഇനി ഇവിടെ കടന്ന് ഒറ്റ വെച്ചാ നിന്റെ അച്ഛനെ ഞാൻ വിളിക്കും. അല്ല പിന്നെ കുറെ നേരം മനുഷ്യരെ ശല്യം ചെയ്യുന്നു. അൺകൾച്ചറൽ ഫെലോസ് ഓരോന്ന് വന്ന് കയറും. കൊച്ചിന് കൊടുക്കാനുള്ള പാവ. ഞാനല്ല തന്നെ, ഇത് കരടിയോ? ആ മനുഷ്യനെ കിടന്നുറങ്ങുക. അല്ലേലും എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കാണും ഇതുപോലെ ഒരു കാര്യമില്ല, ചുമ്മാ മൂടി പോയിച്ചിരുന്ന ഒരാള്. എന്തിനാന്ന് എനിക്ക് ഇവരെ മനസ്സിലായി. ഇവരെ തലയെടുത്ത് തിരിച്ചു വെച്ചാലോ? അതെന്തിനാ? അല്ലെങ്കിൽ അവൻ ഈ ലേബർ റൂം വലിച്ചകത്ത് കയറ്റും. എനിക്ക് സംശയമുണ്ട് ഇതിന്. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയല്ലേ വിളിച്ചെടുപ്പിക്കുന്നത്? 5 മിനിറ്റത്തേക്ക് ഒരു സമാധാനം കിട്ടും. എന്നാ കാട്ടാണോ താൻ കാണിച്ചത്? ഉറങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനാണോ ശല്യം ചെയ്യുന്നത്? തന്നെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. താൻ ഭയങ്കര നോയ്സൻസ് ആണ് കേട്ടോ, ഭയങ്കര നോയ്സൻസ്. ചേട്ടയുടെ ആരെങ്കിലും ആണോ? അയ്യോ എന്തായാലും അല്ല. പിന്നെ താനെന്തിരീ മാമാട്ടിക്കുട്ടി അമ്മേനെ പോലെ പിണങ്ങണേ? ഞാനിവിടെ ടെൻഷൻ അടിച്ചായിരിക്കുന്നത്, അറിയാം. ചേട്ടാ എന്നെ ഇവിടെ ഇവിടെ ഞാനിവിടെ തൊണ്ട് എല്ലാം വന്നതാ. അല്ല നീ എന്നാത്തിന് ഇവിടെ വന്നത്? ചേട്ടാ വലിയ തൊണ്ട് ഉണക്കാൻ വേണ്ടി വന്നതാ. എന്റെ അടുത്ത് ഡാഡി. അയ്യോ ഇല്ലില്ല, വെറും പ്രസവമല്ല, വെറും ഡെലിവറി അല്ല ഡാഡി. അല്ലല്ല, നമ്മുടെ കുടുംബത്തിൽ പൂരം പറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ കറക്റ്റ് 12 മണിക്ക് സിസേറിയൻ ചെയ്താൽ പറ്റൂ. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഉടനെ തന്നെ ഇങ്ങോട്ടെത്തും. ഓക്കെ, ഞാൻ ഡാഡിയെ വിളിച്ചോളാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ പൂരം പറഞ്ഞ കുഞ്ഞ് ജനിക്കും. ചേട്ടായി ഓ ചോദിക്കുന്നുണ്ടെന്നും തോന്നില്ലേ എന്നെ ഈ പൂരം? ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ മുത്തച്ഛനായിരുന്നു പൂരം പറഞ്ഞ പുരുഷൻ. മുത്തച്ഛനാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കാൻ കാരണം മുത്തച്ഛൻ പൂരത്തിൽ പിറന്നുകൊണ്ടാണ്. സത്യം. മുത്തച്ഛന്റെ കാലത്തിന് ശേഷം ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ പൂരം പറഞ്ഞ ഒരു ഉണ്ണി പിറന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് 12 മണിക്ക് ഒരു ഉണ്ണി പിറന്നിരിക്കണം. അതിന് ഡോക്ടറെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചേട്ടായി ഓ എനിക്കും കൂടി ഒരു പൂരത്തിനെടുത്ത് തരാമോ? ഇത് ലക്ഷങ്ങൾ കൊണ്ടുള്ള പരിപാടിയാ. നിന്നെ പോലെയുള്ള ദരിദ്രവാസികൾക്ക് ഇത് പറഞ്ഞിട്ടില്ല. കാശുള്ളവന് പൂരം, ഇല്ലാത്തവന് മൂലം. എന്റെ ഭാര്യയുടെ ആദ്യത്തെ സിസേറിയൻ നടക്കുന്നത്. ചേട്ടായി ഇങ്ങനെ കിടന്ന് പേടിക്കണ്ട. ജനിക്കാൻ പോണ കൊച്ചിനെ കുറിച്ചൊക്കെ തമ്പുരാന് വലിയ പ്ലാൻ ഉണ്ട്. ഉദാഹരണം എന്റെ കാര്യം. എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ അമ്മ ആദ്യം ഓർത്തത് മീൻകറിയിൽ മിച്ചം വന്ന കൊടംപുളിയാന്ന. പിന്നെ ഞാൻ കിടന്ന് കരഞ്ഞപ്പോഴല്ലേ അമ്മയ്ക്ക് മനസ്സിലായി ഇത് കൊടംപുളിയല്ല, ഇത് ഞാനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ചുള്ള എല്ലാ പ്ലാനും ദൈവം തമ്പുരാന്റെ ഉണ്ട് ചേട്ടായി. പിന്നെ അപ്പഴേ പറയല്ലേ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന്. ഞാനാണ് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഒരു കാര്യം ചെയ്യോ, പപ്പായും മമ്മിയും കൂടെ എനിക്ക് വേണ്ടി 2 റൗണ്ട് മാതാവിന്റെ ഫ്രണ്ടിൽ പോയിട്ട് 2 തന്മറിഞ്ഞ പറയുമല്ലോ. എനിക്കാണ് പേടിയായിട്ട് നിൽക്കാൻ പറ്റില്ല. ദൈവം അകത്തെ കാര്യം ഓർത്തിട്ട് ടെൻഷനും ആവും. ചേട്ടാ നീങ്ങിയിരിക്കാം. ഏതോ പാവം പിടിച്ച ഭർത്താവാ കേട്ടോ. ഈശ്വരാ, ഇവനെ കൂടെ ഞാൻ സഹിക്കണമല്ലോ. ചേട്ടാ ചുമ്മാ ഇരിക്കണം. എന്തിനാ കരയണേ? എന്റെ പൊന്ന് ചേട്ടാ, ആദ്യത്തെ സിസേറിയനാ. എനിക്ക് സിസേറിയനാ. എന്റെ ചേട്ടാ, എന്റെ പപ്പാടെ ഒറ്റ നിർബന്ധം കാരണം ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇവന്റെ പപ്പയൊക്കെ സമ്മതിക്കണം ഇതിനൊക്കെ നിർബന്ധിക്കാനായിട്ട്. ചേട്ടാ അത് എന്റെ കാര്യം കേൾക്കണം. എന്റെ ഭാര്യ ഗർഭിണി എന്ന് പറയാൻ ഞങ്ങളുടെ അമ്മയെടുത്ത് കുറെ ലഡുവായിട്ട് അങ്ങ് ചെന്ന്, എന്നിട്ട് അതിലും ഉണക്കമുന്തിരിക്ക് വെച്ചെറിഞ്ഞേ. അതെന്തിനാ? പിന്നെ 5 പിള്ളേരൊക്കെ ഒരു അലങ്കാരല്ലേ? ഇത് അലങ്കാരമല്ല, ഇത് നിന്റെ അഹങ്കാരം. ചേട്ടാ അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ല. ദൈവം തമ്പുരാൻ തന്നതാ. എന്തിനാണ് ഓരോന്ന് ഒപ്പിച്ചു വെച്ചത് ദൈവത്തിന്റെ തലയിലോട്ട് കൊട്ടുന്നത്? അങ്ങനെയല്ലത് ചേട്ടാ. എന്റെ 1ാമത്തെ കൊച്ചിന്റെ പേര് അജീഷ്, 2ാമത്തെ കൊച്ചിന്റെ പേര് പ്രജീഷ്, 3ാമത്തെ കുട്ടിയുടെ പേര് സനീഷ്, 4ാമത്തെ കൊച്ചിന് എന്റെ അച്ഛനാ പേരിട്ടത്. എന്നാ പേരിട്ടത്? ഫിനിഷ്. എന്നാ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിന് ഞാൻ പേരിടാം. ടു ബി കണ്ടിന്യൂ. പറയാ എന്റെ പൊന്നേട്ടാ, ഞാനിവിടെ ടെൻഷൻ അടിച്ചു വന്നിരിക്കുക. ഒരു മോട്ടിവേഷൻ തരാമോ? മോട്ടിവേഷൻ വെച്ചെടുക്കാം. ഞാൻ ആരുടെ തേളോ? ഇങ്ങനെ കിടന്ന് പേടിക്കല്ലേ? ഉദാഹരണം ജനിക്കാൻ പോണ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്ലാൻ ദൈവം തമ്പുരാന്റെ ഉണ്ട്. എന്റെ അമ്മ എന്റെ ദൈവമേ ഒന്നുമില്ല, ഒരു കുടംപുളിയുടെ കേസ് കേട്ടോ. എന്റെ പൊന്നേട്ടാ പ്ലീസ് ഒരു മോട്ടിവേഷൻ. ആരെങ്കിലും ഒരാൾ ഒന്ന് ചുമ്മാ ഇരിക്കണോ? അകത്ത് കിടക്കുന്ന തന്റെ ഭാര്യക്കല്ലേ ഇരുത്താൻ ടെൻഷൻ? ആരുടെ ഭാര്യ? തന്റെ ഭാര്യ. എന്റെ ഭാര്യക്കും അകത്ത് കിടപ്പില്ല. പിന്നെ താനാരാ? അയ്യോ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ ഞാനല്ലേ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന അസിസ്റ്റന്റ് സർജൻ. ഏതോ ഒരു തെണ്ടി ഞങ്ങളുടെ MD വിളിച്ചു പറഞ്ഞ് അവൻ ഇന്ന് പൂരാട നഷ്ടത്തിൽ സിസേറിയൻ നടത്തണമെന്ന്. അതിനുവേണ്ടി മാത്രം എന്നോട് പിടിച്ചുകൊണ്ട് നിർത്തിയേക്കുന്നത്. ആരാ തെണ്ടി എന്ന് അറിയുവാണെങ്കിൽ ചേട്ടാ അറിയോ എന്നോട് പറഞ്ഞതാ. സകലമാന ബഹുമാനത്തോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ. ആ തെണ്ടി ഞാനാ.
എന്തിന് എന്നോട് ഈ അല്ല ചതിക്കല്ല? കാശിന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സർജ, ഈ നിങ്ങളുടെ കൂട്ടത്തിൽ തലമൂർത്ത സർജൻ ആരും ഇല്ലേ? ഉണ്ട്. ഉണ്ടല്ലേ? ഞങ്ങളുടെ വലിയ സർജൻ ഉണ്ട്. അയ്യോ എടാ നമ്മൾ വലിയ സർജൻ ഉണ്ട്. എന്നിട്ട് പുള്ളി എന്തിയേ? പുള്ളിക്ക് ഈ രാത്രി അന്തിക്കുരുടായോണ്ട് കണ്ണിലെ തുള്ളിമരുന്ന് ഒഴിക്കാൻ എന്റെ പൊന്നിയേട്ടന്മാരെ 7 കൊല്ലം MBBS പഠിച്ചൊരു ഡോക്ടറാണ് ഞാൻ നേരെ അകത്തേക്ക് പോകുന്നു, ഒരു പരീക്ഷണം നടത്തുന്നു, തിരിച്ചു വരുന്നു. ടെൻഷൻ കൊണ്ട് പറഞ്ഞ അകത്ത് പോകുന്നു, ഒരു ഓപ്പറേഷൻ നടത്തുന്നു, തിരിച്ചു വരുന്നു. ഡോക്ടറെ ഒരുമിച്ചിക്ക് വന്നേ. എന്താ താണ്ടേ ഇത് മലയാറ്റൂരിൽ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടുവന്ന പൊന്നും കുരിച്ച ഇതെന്റെ ഭാര്യയുടെ കൈ വെച്ചു കൊടുക്കണം. എന്തിനാ? ഇനി അവളെ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഞാൻ അകത്ത്. അതെ, വിരോധമില്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു തരുമോ? ഹാപ്പി വിഷു. ചേട്ടായി, ഞാൻ കണ്ണൻ അങ്ങ് ഹൈ റേഞ്ചിൽ നിന്ന് വരുവാ. എടാ ഇതൊക്കെ എന്തിനാടാ ചെറുക്ക എന്നോട് നീ പറയുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഹായ് കണ്ണ, ഗ്ലാഡ് ടു മീറ്റ് യു. സുഖമാണോ? ഇതെന്നെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ചമ്മീന്ന് വെറുതെ അവര് വിചാരിക്കും. ചേട്ടായുടെ വീട് എവിടെയാ? കല്ലി പെൻസിലാണോ നിൽക്കുന്നത്? അതിനങ്ങനെ പറഞ്ഞേ? ഫ്ലൈറ്റിലാന്ന് പറഞ്ഞു. ഓ എടാ മറ്റവനെ, എടാ നിന്നോട് ഞാൻ അതാണോ പറഞ്ഞത്? എടാ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക. അമേരിക്ക? അതെ, കുട്ടവളുടെ ഭർത്താവ് കുട്ടമണിയോ? കുഞ്ഞുമണി. പ്രസന്റ് സാർ, പ്രസന്റ്. അങ്ങനെ പറയാൻ പാടില്ല. അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണോ? സിറിഞ്ച് വേണോ? എന്നാ വേണ്ടേ? അതൊന്നുമല്ല. എന്നാ വേണ്ടേ? 2 മസാല ദോശ. മസാല അണ്ടേ ഈ മസാല ദോശ എന്നെ എടുക്കാനാ? എന്റെ ഭാര്യക്ക് തിന്നെ. ഒന്ന് എന്റെ ഭാര്യക്ക്, ഒന്ന് ഇതാർക്കാ? ഒന്ന് എനിക്ക്. തനിക്ക് തിന്നാത്തിനാണോ? നിന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് എനിക്ക് കൊതി വരത്തില്ലേ? എനിക്ക് തിന്നണം. രസമായിരിക്കും. സിസ്റ്റർ, ആ 8ന്റെ സ്പാൻഡർ പേടിച്ചു പോയല്ലോ. ടെൻഷൻ, നേരത്തെ ടെൻഷന്റെ ഹാങ് ഒരു കുഴപ്പമില്ല. രസമായിരിക്കും. ചിട്ടി വെച്ച കാശും കൊണ്ട് പ്രസവിക്കുന്നത് എന്നാ പറയാനാന്ന് പറ. ചേട്ടായിയെ, ചില്ലറ ഉണ്ടോ? 100 രൂപ തന്നെ. പോടാ അവിടുന്ന്. നിനക്ക് പൈസ തരാൻ ഞാനാരാ? നിന്റെ ചേട്ടായോ അല്ല അച്ചാച്ചനോ? പോടാ അവിടുന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. തലതല്ലി പറിക്കട്ടെ. ഇതിപ്പോ നമ്മളത് ഭാര്യയോട് അവിടെ ഇപ്പൊ നല്ല മഴയൊന്നും ഇല്ലെന്ന്. അത് അമ്മച്ചിയുടെ വീട്ടിൽ ഭയങ്കര മഴയും കാറ്റിലും. അല്ല നീ ഇതാരോടാ സംസാരിക്കും? ഇവിടെ ഇരിക്കുന്ന പള്ളിയോട്. പള്ളി നിന്റെ അച്ഛനൊന്നും അല്ലടാ. വന്നപ്പോൾ നീ തുടങ്ങിയതാ. നിന്നോട് മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. നിന്നെ ഒരു കൊച്ചു TV ഉണ്ടെന്ന് പറഞ്ഞു. കൊച്ചു TV സാധനം? അയ്യോ അത് ലാപ്ടോപ്പ്. എനിക്ക് പിന്നെ ഓർഡിക്കാൻ 6 മണി തൊട്ട് ഞാനിവിടെ പോസ്റ്റ് അല്ലടാ. നിനക്കൊന്ന് സംസാരിക്കാൻ പാടില്ലടാ. ഒന്ന് സംസാരിക്കാൻ പാടില്ല. പിന്നെ എടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചടാ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മഴ പോലത്തെ ഉരുളുപൊട്ടുമ്പോ ആണ്ട കേറി വന്നു. ഗീതയുടെ ഭർത്താവ് വരാ. ഗീതയുടെ ഭർത്താവ് ഞാനാ. നിങ്ങളാണോ? അതെ. ഓ മൈ ഗോഡ്. എന്താ പറ്റി? അയ്യോ ഒന്നും പറ്റിയില്ല. നിങ്ങൾ ഉണ്ടോന്ന് അറിയാണ്ട് വെറുതെ ചോദിച്ചാ. എന്റെ ഭാര്യ സീരിയസ് ആയിട്ട് നാളെ രാവിലെ കൃത്യം 6 മണിക്ക് ബ്ലഡ് കിട്ടണം. എത്ര ഇത് വേണം? ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. അയ്യോ ഓ പോസിറ്റീവാ വേണ്ടല്ലേ? ഞാൻ കൊടുത്താൽ മതിയോ? തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എന്റെ ഓ നെഗറ്റീവാ. ഓ നെഗറ്റീവ് അങ്ങനെ ശരിയാ. ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. അത് ശരിയാവും. നടുക്കൂടെ ഒരു വരയിട്ടാ പോരെ? രസമായിരിക്കും, പക്ഷെ അത് ഇവിടെ വേണ്ട. ഇപ്പൊ ഞാൻ ബ്ലഡ് ഞാൻ എവിടെ പോയി ഒപ്പിക്കുന്നത്? എന്റെ ഓ പോസിറ്റീവ് ആണ്. പുള്ളിയുടെ ഓപ്പോസിറ്റീവ് ആണ്. അവന്റെ ബ്ലഡ് കിട്ടിയ രസമായിരിക്കും. ഈ രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനും ഞാനും തമ്മിൽ ഉടക്കാം. അതെനിക്കറിയേണ്ട കാര്യമില്ല. നിന്റെ പെണ്ണുമ്പളൊക്കെയാണ് ചോരാംശം. പോയി ചോദിക്കേ. എന്റെ ദൈവം ഒരു കാര്യം. ഹലോ കണ്ണാ. അണ്ണല്ല കൊതുകിന് കൊടുത്താലും നിനക്ക് ഞാൻ തരത്തില്ലടാ. കൊതുകിന് കൊടുത്താലും കടിച്ചോ. ഈ ജില്ലയിലുള്ള സകല കൊതുകും കടിച്ചോ. നിനക്ക് തരത്തില്ലടാ. അല്ല ഞാൻ നീ ഒന്നും പറയണ്ട. എടാ നിന്നോടൊന്നും മിണ്ടാമെന്നപ്പോ നീ മിണ്ടാമെന്നോ? എടാ ഇങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോഴാണ് ലോകം ഉണ്ടാകുന്നത്. എടാ അങ്ങനെയാടാ ഈ കാണുന്ന ലോകം വളർന്നേക്കണം. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമേരിക്കയിൽ യുണൈറ്റഡ് കിങ്ഡം. ഞാനൊരു അവിടെ ടെൻഷൻ ബിസിനസിന്റെ എല്ലാം കൊണ്ട് പ്രഷർ ഉണ്ട്. എന്നോടൊരു സോറി പറ. സോറി. എന്നോട് മിണ്ടുവോ? നിന്നെ മിണ്ടാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് 2 പേർക്ക് ഓപ്പോസിറ്റീവ് തപ്പാം. അയ്യോ അപ്പൊ നിന്റെ ബ്ലഡ് എന്താ? എന്റെ AB പോസിറ്റീവ്. നിന്നോട് ഞാൻ ഇത്രയും നേരം കെഞ്ചിക്കൊണ്ടിരുന്നല്ലടാ. അപ്പൊ നീ എന്നെ വട്ട് കളിപ്പിക്കാനായിട്ട് നിന്റെ പോയാറുണ്ട്. ഞാൻ തനി ചന്തയാണ്. USA കിണ്ടുമൊക്കെ അങ്ങ് മറ്റടുത്ത്. നീ എന്തിനാടാ പിന്നെ എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞത്? ചേട്ടായോട് കൂട്ടുകൂടാൻ. കൂട്ടുകൂടാനോ? കൂട്ടുകൂടാൻ ഞാൻ എന്ത് ചെയ്യാനടാ? പൂമ്പാറ്റല്ലേ അപ്പൂം തൊപ്പുവാണോടാ? എന്തിനാ ഊർക്കം വലിക്കുന്ന? അപ്പൊ കുറെ നേരമായി എനിക്ക്. ഗീതയുടെ ഭർത്താവ് ചത്തുപോയി. അതെ, നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കല്ലേ. എന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് മെസ്സേജ് ഇട്ട ബ്ലഡ് കിട്ടുമോ? അയക്കടാ. അതെ, ഞാൻ കണ്ണനായിരുന്നേ. നാളെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് 1 കിലോ ഓ പോസിറ്റീവ് ബ്ലഡ് വേണം.
ഒരു കുപ്പിയിൽ ഓപ്പോസിറ്റ് ബ്ലഡ്, ഒരു മൊന്തയിലോ വിളിച്ചു പറയുന്നത് എന്തോരാണ് വേണ്ടേ? 2 യൂണിറ്റ് ഓപ്പോസിറ്റ് ബ്ലഡ്. 2 യൂണിറ്റ് ഓപ്പോസിറ്റ് ബ്ലഡ് വേണമായിരുന്നു. പെട്ടെന്ന് കൊണ്ടു കേട്ടോ. തരാന്ന്. സന്തോഷായോ? കണ്ടാ, എന്നോട് പറയണ്ടേ ബുദ്ധിമുട്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. ഡോക്ടറെ പോലെ എന്തോ പോലെ ഡോക്ടർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ ഒരു റിക്വസ്റ്റ് ആണ്. പറഞ്ഞോ. എന്റെ ഭാര്യ പ്രസവിച്ചെന്ന് ഒരു കാരണം വെച്ചാലും അവൾ അറിയരുത്. അതെന്തിനാ? എനിക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാ. സർപ്രൈസ് കൊടുക്കണം. ഒരു കാരണം വെച്ചാലും സിസേറിയൻ ചെയ്യുമ്പോ എന്റെ ഭാര്യക്ക് വേദനിക്കരുത്. ഒരിക്കലുമില്ല, ഞാൻ മയക്കിക്കോളാം. അവളെ മയക്കരുത്. അതിനാ അവള് കൂടെ ഇറങ്ങി വരും. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും മയക്കരുത് ഡോക്ടറെ. എന്റെ ഡിഫറെന്റ് ആയ ഭാര്യ. അയ്യോ, അതൊക്കെ തന്നെ ആയിരിക്കും. പൊക്കോ. ചേട്ടായിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ചേട്ടായി താറ്റിയ ഞാനല്ലേ ചേട്ടായി സഹായിക്കാൻ. എനിക്ക് ചേട്ടായുടെ അത്ര വിദ്യാഭ്യാസം പൈസ ഒന്നുമില്ല. ഞാൻ ചേട്ടനെ സഹായിച്ചോ. ചേട്ടായിക്ക് ഞാൻ കരിയാപ്പിലല്ലായിരുന്നു ചേട്ടായി. വെറും കരിയാപ്പിലല്ല, ഉള്ളിവടയിലെ കരിയാപ്പില. ഞാനാ ചേട്ടനെ സഹായിച്ചത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുള് പൊട്ടുന്ന സമയത്ത് നമ്മളും നമ്മുടെ കൂട്ടുകാരന്മാരും എന്റെ പൊന്നു ചേട്ടായിയെ എന്തോരം പേരെങ്ങനെ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മുടെ 10ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാത്തിലും. 10ാം ക്ലാസ്സിന്റെ കാര്യം പറയുമ്പോൾ ചേട്ടായിയെ ഒരുപാട് കാര്യം പറയാനുണ്ട്. 10ാം ക്ലാസ്സിൽ നമ്മുടെ ഹൈ റേഞ്ചിൽ പൂത്രിക്കോണം എന്ന് പറഞ്ഞ ഒരു പുഴയുണ്ട്. ചേട്ടായിയെ പൂത്രിക്കോണം പുഴ ചേട്ടായി കണ്ടിട്ടുണ്ടോ? കണ്ണീര് പോലത്തെ വെള്ള. ഈ പൂത്രിക്കോണം വെള്ളത്തിന്റെ അവിടെ എന്റെ പൊന്നു ചേട്ടായിയെ ഒരു വലിയ പുളിമരം ഉണ്ട് കേട്ടോ. ഈ പുളിമരത്തിന് ചേട്ടായി ഇങ്ങനെ 8 കണക്കുള്ള പുളി. ആ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ബ്ലിങ് വീഴുമ്പോൾ ഞങ്ങൾ കൊട്ടയെ വാരിക്കൊണ്ട് പോകും. എന്റെ പൊന്നു ചേട്ടായി അങ്ങനെ അത് കൊണ്ട് കൊടുത്ത് ഒരു ദിവസം വരുമ്പോ ചേട്ടായിയെ ഞങ്ങൾ വലിയൊരു കുളിസി കണ്ടേ. ദൈവത്തെ ഓർത്ത് നീ ആ ഫോണിൽ അയച്ച ബ്ലഡിന്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാമോ? അതുകൊണ്ടല്ല നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ചേട്ടയുടെ ഭാര്യക്ക് എന്റെ ഭാര്യക്ക് ബ്ലഡ് വേണ്ട. മഞ്ചാടിക്കൂരി വരച്ച് ഞാൻ അവളെ കൈ വെച്ച് കൊടുത്തോളാം. എന്നാലും നിന്റെ ബ്ലഡിന് അവൾക്ക് വേണ്ട. എക്സ്ക്യൂസ് മീ, ആർക്കാണ് പൂരത്തിന് ആനയെ വേണ്ടത്? അല്ല, അപ്പൊ പൂരം നടത്താല്ലേ വിളിച്ചു? പൂരം നടത്താൻ നീ ആരാ? ജഗന്നാഥനോ? അപ്പൊ എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയേ? എന്റെടാ, പൂരത്തിൽ പറഞ്ഞൊരു കുഞ്ഞിനെ വേണം. അയ്യോ, അതിനായിരുന്നോ? എന്റെ പൊന്നോ ചേർന്ന് മറന്നേ. വന്നവര് പോയവര് നിന്നവരല്ല പ്രാതമാരി. മിസ്റ്റർ ഹൈറേഞ്ച്, എന്തോ നിങ്ങളോട് വന്നപ്പോൾ ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കുക. എന്നാ ഡോക്ടറെ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണോ വന്നത്? ആ ചേട്ടായിയെ ഡോക്ടറെ അത് ഞാൻ പറയല്ല. വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം. ചെറുപ്പം മുതലേ കഷ്ടപ്പാടുണ്ടായിരുന്നു ഒരുപാട്. 10ാം ക്ലാസ്സിൽ കരപ്പം വന്നുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ആർക്കോ അച്ഛന് കാച്ചിലിന്റെ പരിപാടി. ചാച്ചാനെ സഹായിക്കാൻ വേണ്ടി ഞാൻ കൃഷിപ്പണിക്കറിയും. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് പെണ്ണിനെ കിട്ടാൻ ആഗ്രഹിക്കുമ്പോഴാ ഞാൻ കുഞ്ഞുമണിയെ കണ്ട്. അവൻ പോയി ചമ്മി പോയല്ലേ ചെറുതായിട്ട്. നീ എങ്കിലും അണ്ണാക്കി നാക്കിട്ടിട്ട് മിണ്ടാതിരിക്കും. കുറെ നേരമായി അയക്കുന്നു. കണ്ണീര് വന്ന് ഈ പീള നിൽക്കുക. അതുകൊണ്ട് ബാക്കി കഥ കേൾക്കാൻ ചക്കരു പൊന്നാച്ചോ. അച്ഛനെ ഇപ്പൊ കാണിച്ചില്ലോ മാമൻ, അച്ഛനെ ഇപ്പൊ കാണിച്ചില്ലോ. ഇങ്ങോട്ട് വന്നേ. കൺഗ്രാറ്റുലേഷൻസ്. എന്നാ പിടിച്ചോ. പൂരത്തിൽ പറഞ്ഞ പോൾസണോ? പൂരത്തിൽ പറഞ്ഞ പുരുഷൻ. ഏട്ടായി രാവിലെ മുതൽ ഈ പുരുഷന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇതാണല്ലേ പൂരത്തിൽ പറഞ്ഞ പുരുഷൻ? പൂരം എന്ന് പറയുന്നത് കയ്യിൽ പീപ്പി ഒന്നും ഇല്ലല്ലോ. ഇല്ലടാ, ജനിച്ചു വീണ കുഞ്ഞു ബെഞ്ചാമരായിട്ട് വരും. ഒരു കാര്യം പറയാം, ഭാര്യ കുഞ്ഞുമണി വളരെ ഹാപ്പിയാണ്. അയ്യോ, എന്റെ ഭാര്യയുടെ പേര് കുഞ്ഞുമണി എന്നല്ല. കുഞ്ഞുമണി എന്നല്ലേ? അല്ല, എന്റെ ഭാര്യയുടെ പേര് ഗീത എന്നാ. ഡോക്ടർ, എന്റെ ഭാര്യയുടെ പേരാണ് കുഞ്ഞുമണി. നിങ്ങളുടെയാ കുഞ്ഞുമണി? ആ പൂരത്തിനെ അങ്ങോട്ട് മേടിച്ച് എനിക്ക് കിട്ടിയോ പൂരം പറഞ്ഞ പുരുഷൻ? അച്ഛൻ്റെ ആങ്ങൾ കൊച്ചു എന്നാ പറയും. അപ്പൊ എന്റെ പൂരം ഏകദേശം സമയം ഒരു 12:40 നമുക്ക് പുതിയൊരു അവിട്ട് എടുത്ത പൂരം പറഞ്ഞ പുരുഷൻ എങ്ങനെയുണ്ട്? രസമായിട്ടുണ്ട്.